ഇവിടെ ചെയ്യാൻ പോകുന്ന മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. എന്താണ് മോർഫോളജി എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് മോർഫോളജി എന്ന് പറയുന്നത്, അല്ലേ? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പല പ്ലാന്റ്സിൻ്റെ എടുത്ത് നോക്കിയാൽ പലതരത്തിലായിരിക്കും കാണുക, പലതരത്തിലുള്ള പൂക്കളായിരിക്കും അതിനുണ്ടാവുക. എങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ പ്ലാന്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ചാപ്റ്റർ 2, 3 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെയും ഒക്കെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ടല്ലോ. ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആ ഓരോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്. ആ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുമ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ മോർഫോളജി നമ്മൾ പറയുമ്പോൾ ഓരോ ടെക്നിക്കൽ ടേംസും നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ടെക്നിക്കൽ ടേംസും നമുക്ക് പരിചയം വരണമെങ്കിൽ ഇതേപോലെ മോർഫോളജി പഠിക്കുക. മോർഫോളജിയിലുള്ള എല്ലാ പ്ലാന്റിൻ്റെ പാർട്ടിനെ പറ്റിയിട്ടും അത്ര ക്ലിയർ ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുകയും ചെയ്യണം. അതേപോലെ തന്നെ നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ പല എക്സ്റ്റേണൽ പാർട്സും പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് പ്ലാന്റ്സിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്ലാന്റ് ഓർഗൻസിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മോർഫോളജിയിൽ എന്തൊക്കെ വേരിയേഷൻസ്, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് 1 by 1 നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കും. So here the first one which we are studying, that is root. First നമ്മൾ പഠിക്കുന്ന root ആണ് കേട്ടോ. First one which we are studying, that is root. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിലും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിലും റൂട്ടിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് വ്യത്യാസമായിട്ട് കാണാൻ പറ്റും. റൂട്ട് എങ്ങനെയാണെങ്കിലും ഡൈക്കോട്ടിലാണെങ്കിലും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണെങ്കിലും റൂട്ട് അറൈസ് ചെയ്യുന്നത് റാഡിക്കളിൽ നിന്ന് തന്നെയാണ്, അല്ലേ? റൂട്ട് ഈസ് അറൈസ്ഡ് ഫ്രം ദ റാഡിക്കൽ. ഓക്കെ, ഈ റൂട്ട് റാഡിക്കളിൽ നിന്ന് അറൈസ് ചെയ്യുന്ന റൂട്ടിനെ നമ്മൾ പ്രൈമറി റൂട്ട് എന്നാ പറയാം. പ്രൈമറി റൂട്ടിൻ്റെ മേലെ, അതായത് ആ റാഡിക്കളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രൈമറി റൂട്ടിൻ്റെ പെരിസൈക്കിൾ റീജിയനിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാകുന്നതിന് നമ്മൾ അതിൻ്റെ ലാറ്ററൽ റൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയാം, അല്ലേ? ആ ലാറ്ററൽ റൂട്ട്സ് സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടർണറി റൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രൈമറി റൂട്ട് അറൈസ് ചെയ്യുന്ന റാഡിക്കളിൽ നിന്നാണ് ആ പ്രൈമറി റൂട്ടിൻ്റെ പെരിസൈക്കിളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ്. ആ ലാറ്ററൽ ബ്രാഞ്ചസ് സെക്കൻഡറി റൂട്ട് ഉണ്ടാവും, ടെറിഷറി റൂട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ക്വാട്ടർണറി റൂട്ട്സ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഇതിനകത്ത്. അതേപോലെ ഈ റൂട്ട് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് എവിടെ നിന്നാണോ ഒറിജിൻ ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, ഒന്ന് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് റാഡിക്കളിൽ നിന്ന് റൈസ് ചെയ്യുന്ന റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് റാഡിക്കളിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒന്നും കൂടി ഡൈക്കോട്ട് മോണോക്കോട്ട് റൂട്ട് സിസ്റ്റത്തിലേക്ക് പോവാണ് കേട്ടോ. ഡൈക്കോട്ടിലിഡിനസ് റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ ടാപ്പ് റൂട്ട് ആണ് കാണുക. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ റാഡിക്കളിൽ നിന്നാണ് ഫസ്റ്റ് പ്രൈമറി റൂട്ട് റൈസ് ചെയ്യുന്നത്. പക്ഷെ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ റാഡിക്കളിൽ നിന്ന് റൈസ് ചെയ്യുന്ന പ്രൈമറി റൂട്ട് ഉണ്ട്. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ പ്രൈമറി റൂട്ട് പെട്ടെന്ന് ചത്തുപോവുകയും അത് കഴിഞ്ഞിട്ട് ബേസ് ഓഫ് ദ സ്റ്റെം, ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ് പിന്നീട് ചെറിയ ചെറിയ ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട് റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് ടേം വെച്ചിട്ടാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നുള്ള ടേം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റൂട്ട് റാഡിക്കളിൽ നിന്ന് റൈസ് ചെയ്യുന്നതിനെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. റാഡിക്കളിൽ നിന്ന് റൈസ് ചെയ്യുന്ന റൂട്ടിനെ പെക്യൂലിയർലി നമ്മൾ പ്രൈമറി റൂട്ട് എന്നാ പറയാം. ടാപ്പ് റൂട്ട് സിസ്റ്റം സാധാരണ കാണുന്ന ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണ്. കാരണം ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ ആ പ്രൈമറി റൂട്ട് റൈസ് ചെയ്താൽ അത് ചത്തുപോകുന്നില്ല. ഇറ്റ് വിൽ ബി റിമൈനിങ് ആസ് സച്ച്, and we can see the lateral branches of this root is arising from the pericycle of that root. Root-ന്റെ pericycle in ലാറ്ററൽ റൂട്ട് റൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി റൂട്ടും ടെറിഷറി റൂട്ടും ക്വാട്ടർണറി റൂട്ടും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. പക്ഷേ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ആ പ്രൈമറി റൂട്ട് റീപ്ലേസ് ചെയ്തിട്ട് അഡ്വന്റേഷ്യസ് റൂട്ട്, അതായത് ഫൈബ്രസ് റൂട്ടാണ് ഉണ്ടാവുക. ഫൈബ്രസ് റൂട്ട് ഉണ്ടാകുന്നത് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫൈബ്രസ് റൂട്ട് വേണമെങ്കിൽ അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് ഫൈബ്രസ് റൂട്ടിലെയും ഫസ്റ്റ് റൂട്ട് പ്രൈമറി റൂട്ട് റാഡിക്കളിൽ നിന്ന് റൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫൈബ്രസ് റൂട്ടിനെ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട്
ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അതർ ദാൻ റാഡിക്കൽ ഇഫ് ദ റൂട്ട് ഈസ് അറൈസിംഗ് ഫ്രം സം അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം. ഇനി എന്താണ് റൂട്ടിന്റെ ഫംഗ്ഷൻ? ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട് ഈസ് ആങ്കറേജ് ഓഫ് ദ പ്ലാന്റ് ഇൻസൈഡ് ദ സോയിൽ. സോയിലിലെ പ്ലാന്റിനെ ആങ്കർ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുക, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട്. പിന്നെ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദ വാട്ടർ ആൻഡ് മിനറൽസ്, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദിസ് റൂട്ട്. റൂട്ട് വഴിയാണ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത്, അല്ലേ? ഇനി നമുക്കറിയാം റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹോർമോൺസിന്റെ സിന്തസൈസിന് വേണ്ടിയിട്ടും റൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നൗ വി വിൽ സീ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ റൂട്ട്. റൂട്ടിന്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏറ്റവും തുമ്പറ്റത്ത് കാണുന്ന റൂട്ട് ക്യാപ്പ് നോക്കാം. റൂട്ട് ക്യാപ്പ് ഒരു ഡെഡ് റീജിയൻ ആണ്. അതിന് പറയുന്ന പേരാണ് കാലിപ്ട്ര. ഈ കാലിപ്ട്ര എന്ന് പറയുന്ന സ്ട്രക്ചർ കാലിപ്ട്രോജൻ എന്ന് പറയുന്ന ടിഷ്യൂന്ന് ഉണ്ടാകുന്നതാണ്. ഈ റൂട്ട് ക്യാപ്പ് മണ്ണിലേക്ക് റൂട്ട് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ റൂട്ടിന്റെ അറ്റത്തിന് ഡെത്ത് ഒന്നും സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ട് ക്യാപ്പ് ഉള്ളത്. റൂട്ട് ക്യാപ്പ് സാധാരണ ടെറസ്ട്രിയൽ പ്ലാന്റ്സിലാണ് കാണുക. ഹൈഡ്രോഫൈറ്റ്സിൽ റൂട്ട് ക്യാപ്പ് ഉണ്ടാവാറില്ല. ഹൈഡ്രോഫൈറ്റ്സിൽ റൂട്ട് ക്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് റൂട്ട് പോക്കറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പിസ്റ്റിയ, എയ്കോർണിയ അതേപോലത്തെ പ്ലാന്റ്സിലൊക്കെ നമ്മൾ നോക്കിയാൽ റൂട്ട് പോക്കറ്റ്സ് ആണ് കാണുക. അതേപോലെ റൂട്ട് ക്യാപ്പ് ഒന്നിൽ കൂടുതലുള്ള ചില പ്ലാന്റ്സ് ഉണ്ട്. സാധാരണ കാലിപ്ട്ര ഒന്നേ ഉണ്ടാവാറുള്ളൂ. ഒന്നിൽ കൂടുതൽ റൂട്ട് ക്യാപ്പ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അതാണ് സ്ക്രൂ പൈൻ അല്ലെങ്കിൽ പൻഡാനസ് എന്ന് പറയുന്ന പ്ലാന്റ് ആയിട്ടോ. സ്ക്രൂ പൈൻ അല്ലെങ്കിൽ പൻഡാനസ്. ഇതിന്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുക, അതായത് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ സെല്ലിരിക്കുന്ന വളരെ ക്ലോസ് ആയിട്ടായിരിക്കും, ഇന്റർസെല്ലാർ സ്പേസോട് കൂടിയൊന്നും ആയിരിക്കില്ല, വാക്യൂൾ ഇല്ലാത്ത സെല്ലായിരിക്കും, പ്രോട്ടോപ്ലാസം റിച്ച് ആയിട്ടുള്ള സെല്ലായിരിക്കും. ആക്റ്റീവ്ലി സെൽ ഡിവിഷൻ നടക്കുന്ന റീജിയനാണ് മെരിസ്റ്റമാറ്റിക് ആക്റ്റീവ് ആയിട്ടുള്ള സെൽ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇവിടുന്ന് പുതിയതായിട്ട് ഉണ്ടാകുന്ന സെൽസ് പതുക്കെ പുഷ് ചെയ്തിട്ട് അതിൻ്റെ പ്രോക്സിമൽ റീജിയനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് മൂവ് ആവും. അതിന് നമ്മൾ റീജിയൻ ഓഫ് എലോങ്ങേഷൻ എന്ന് പറയും. ഈ റീജിയൻ ഓഫ് എലോങ്ങേഷനിലേക്ക് മൂവ് ആകുന്ന സെല്ലിൻ്റെ ഉള്ളിൽ വാക്യൂൾ ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ വലിപ്പം കൂടുന്ന റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആ സോണിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ഇറ്റ് ഓക്കേഴ്സ് ഡ്യൂ ടു ദ റീജിയൻ ഓഫ് എലോങ്ങേഷൻ എന്ന് പറയാം. ഈ റീജിയൻ ഓഫ് എലോങ്ങേഷനിൽ കുറച്ച് സെല്ലിന് വലിപ്പമൊക്കെ വെച്ചിട്ട് അവിടെ ഡിഫറൻഷിയേഷൻ, സെല്ലിന്റെ ഡിഫറൻഷിയേഷൻ നടത്തുന്നത്. നമുക്കറിയാം ഒരു മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സെൽസ് ആണ്. ആ സെൽസ് ഒക്കെ പലതരത്തിലുള്ള ഫംഗ്ഷൻ ചെയ്യേണ്ടതാണ്, അല്ലേ? ആ പലതരത്തിലുള്ള ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ അവരുടെ ഉള്ളിൽ നടക്കണം. അതായത് ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തേണ്ട ഒരു സെല്ലാണെങ്കിൽ അവിടെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കുറേ സെൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് നടക്കുന്ന സെൽസിലാണ്. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻഷിയേഷൻ നടക്കുന്നത് ഈ റീജിയനിലാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ സെല്ല് എങ്ങോട്ടാണ് പോവുക? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്ന റീജിയനിലേക്കായിരിക്കും പോവുക. ആ റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നമുക്ക് ഫങ്ഷണൽ സെൽസ് ആയിരിക്കും കാണാൻ കിട്ടുക. അപ്പോൾ ഇവിടെ വാക്യൂളിന്റെ സൈസ് കൂടുതലായിരിക്കും, ഇവിടെ ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരിക്കും കാണുക. ഈ ഡിഫറൻഷിയേറ്റഡ് സെൽസ് കാണുന്ന ആ ഭാഗത്തായിട്ടാണ് റൂട്ട് ഹെയർസ് റൈസ് ചെയ്യുക. റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് എപ്പിബ്ലെമ റീജിയന്റെ എക്സ്റ്റൻഷൻ ആണ്. നമുക്കറിയാം റൂട്ട് ഹെയർസ് ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഇൻ നേച്ചർ. യൂണിസെല്ലുലാർ ആണ് ഈ റൂട്ട് ഹെയർ. ആ യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൂട്ട് ഹെയർ എന്ന് പറയുന്ന എപ്പിബ്ലെമയുടെ എക്സ്റ്റൻഷൻ ആണ്. അതായത് റൂട്ടിന്റെ എപ്പിഡെർമൽ സെൽസിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ പറയുന്ന റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സി റൂട്ട് ഹെയർ ആണ് വാട്ടറും അതുപോലെ മിനറൽസും സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് എങ്ങനെയൊക്കെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂട്ടിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആങ്കറേജും അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസും ആണ്. അതുകൂടാതെ എന്ത് ഫംഗ്ഷൻ റൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്തിനു വേണ്ടിയിട്ടാണ്? സം മോഡിഫൈഡ് ഫംഗ്ഷൻസ് ഓർ സം അഡീഷണൽ ഫംഗ്ഷൻസ് ടു ഡു, അല്ലെ? അതേപോലെ കുറച്ച് മോഡിഫിക്കേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. So here they change their structure and shape to perform the modify for the performance of some other functions. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എന്തൊക്കെ തരത്തിലാണ് അത് മോഡിഫൈ ചെയ്തിട്ടുള്ളത്? അവർ മോഡിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ റെസ്പിറേഷന് വേണ്ടിയിട്ടാവാം. നമുക്കറിയാം ടാപ്പ് റൂട്ട് ഉണ്ട്, അഡ്വന്റേഷ്യസ് റൂട്ട് ഉണ്ട്, അല്ലേ? ഫൈബ്രസ് റൂട്ടിന് മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മോഡിഫിക്കേഷൻ കാണാൻ പോകുന്നത് ടാപ്പ് റൂട്ടിന്റെ റൂട്ടിന്റെയാണ്. അപ്പൊ ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തിട്ട് ക്യാരറ്റ്, ടെർണിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രക്ചർ ഉണ്ടാവും. ക്യാരറ്റും ടെർണിപ്പും സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്.
അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോയിലെ മോഡിഫിക്കേഷൻ ആണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്. അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പ് റൂട്ട് സാധാരണ കാണുന്ന ബനിയൻ ട്രീയിൽ അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് റൈസ് ചെയ്യുന്ന അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റൂട്ടാണ് പ്രോപ്പ് റൂട്ട്. അതും അഡ്വൻറ്റേഷ്യസ് റൂട്ടാണ്. അതുപോലെ മെയ്സിൽ അതുപോലെ ഷുഗർ കെയിനിലൊക്കെ കാണുന്ന നോഡൽ റീജിയനിൽ നിന്ന് റൈസ് ചെയ്യുന്ന അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റൂട്ടാണ് സ്റ്റിൽ റൂട്ട് എന്ന് പറയുന്നത്. അതും എന്താണ് ഈ പറയുന്ന അഡ്വൻറ്റേഷ്യസ് റൂട്ടാണ്. അതുപോലെ റൈസോഫോറ എന്ന് പറയുന്നത് ഒരു സ്വാമ്പി ഏരിയ അല്ലെങ്കിൽ മാർഷി ഏരിയയിലൊക്കെ വളരുന്ന പ്ലാന്റ് ആണ്. അവിടെയൊക്കെ വെള്ളം കംപ്ലീറ്റ് വാട്ടറുമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ആ ഏരിയയിൽ കാണുന്ന പ്ലാന്റിൽ റൂട്ട് വന്നിട്ട് മേലേക്ക് ഇങ്ങനെ കുത്തി നിർത്തിയ പോലെ വളരുന്നുണ്ടാവും. അതിന് നമ്മൾ റെസ്പിറേറ്ററി റൂട്ട് എന്നാ പറയാം. അത് ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അതേപോലത്തെ റൂട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോഴ്സ് എന്ന്. അത് ഓക്സിജൻ അബ്സോർബ് ചെയ്ത് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റൂട്ടാണ്. ഇനി നമ്മൾ ഈ റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്, വേണ്ടവർ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ. സോ ഹിയർ ഐ ഹാവ് ജസ്റ്റ് റിട്ടൺ ദ നോട്ട് ഓഫ് ഇറ്റ്. സി റൂട്ട് വി ക്യാൻ ക്ലാസിഫൈ ആസ് ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട് ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്. Taproot again it is classified according to their modification for storage, respiration and nitrogen fixation. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ടാപ്രൂട്ട് മോഡിഫൈ ചെയ്തിട്ട് ഉള്ളത് 4 തരത്തിലാണ്. ഒന്ന് ഫ്യൂസിഫോം റൂട്ടാണ്, ഒന്ന് കോണിക്കൽ റൂട്ടാണ്, ഒന്ന് നേപ്പിഫോം റൂട്ടാണ്, അതുപോലെ ഒന്ന് ട്യൂബറസ് റൂട്ടാണ്. ഓക്കെ, ഫ്യൂസിഫോം റൂട്ടിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്. നേപ്പിഫോം റൂട്ടിന് കോണിക്കൽ റൂട്ടിന് എക്സാമ്പിൾ ആണ് ഫ്യൂസിഫോം റൂട്ടിന് എക്സാമ്പിൾ ആണ് റാഡിഷ്. കോണിക്കൽ റൂട്ടിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്. നേപ്പിഫോം റൂട്ടിന് എക്സാമ്പിൾ ആണ് ടെർണിപ്പ്. ആൻഡ് ട്യൂബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള റൂട്ടാണ്. ഫ്യൂസിഫോം എന്ന് പറയുന്ന രണ്ടറ്റവും ഫ്യൂസ് ചെയ്ത് കൂർത്തിരിക്കുന്ന പോലത്തെ റൂട്ടാണ് കേട്ടോ, അതാണ് റാഡിഷ്. കോണിക്കൽ എന്ന് പറയുന്ന ഒരറ്റം ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, അടുത്ത അറ്റം ഇങ്ങനെ കൂർത്തിരിക്കും. ഇതിനെയാണ് നമ്മൾ കോണിക്കൽ റൂട്ട് എന്ന് പറയുന്നത്. നേപ്പിഫോം റൂട്ട് എന്ന് പറയുന്നത് ടെർണിപ്പിൽ കാണുന്നത്, അതായത് നമ്മളിതാ ഇങ്ങനെ ആ ബീട്രൂട്ട് പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനമാണ് നേപ്പിഫോം റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ട്യൂബറസ് റൂട്ട് എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള റൂട്ടാണ്, അത് മിറാബിലിസിലാണ് കാണുക കേട്ടോ. അപ്പോൾ ഫ്യൂസിഫോമിന് എക്സാമ്പിൾ എന്താണ് റാഡിഷ്, കോണിക്കലിന് എക്സാമ്പിൾ ദിസ് വൺ ക്യാരറ്റ്, നേപ്പിഫോമിന് എക്സാമ്പിൾ ടെർണിപ്പ് ആൻഡ് ട്യൂബറസ് റൂട്ടിന് എക്സാമ്പിൾ ആണ് മിറാബിലിസ് അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് പ്ലാന്റ്. ഇനി അഡ്വൻറ്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ നോക്കാം. ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ കാണുന്നതാണ്, അതിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്ട്ലി വി ആർ ഗോയിങ് ടു അഡ്വൻറ്റേഷ്യസ് റൂട്ട്. അഡ്വൻറ്റേഷ്യസ് റൂട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റോറേജിന് വേണ്ടിയിട്ട്, ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഒന്ന് സ്പെഷ്യൽ റൂട്ടായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് വീണ്ടും 4 തരത്തിലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 തരത്തിലാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫെസിക്കുലേറ്റഡ് റൂട്ട് ഒക്കെ കാണുന്നത്, ഫെസിക്കുലേറ്റഡ് റൂട്ട് സാധാരണ കാണുന്നത് അസ്പരാഗസ് ടൈപ്പ് ഓഫ് പ്ലാന്റിലാണ്. അസ്പരാഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശതാവരി കിഴങ്ങ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ പറിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊലയായിട്ടായിരിക്കും അതിന്റെ റൂട്ട് ഇരിക്കുക, അതിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ട്യൂബറസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ദ സ്റ്റോറേജ്, അത് സ്വീറ്റ് പൊട്ടറ്റോയിലാണ് കാണുക. അതേപോലെ ബീഡഡ് അല്ലെങ്കിൽ മൊണിലിഫോം റൂട്ട്, അതിങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇതേപോലെ ബീഡ്സ് പോലത്തെ സ്ട്രക്ചർ ആയിരിക്കും കാണുക. ഇത് സാധാരണ പാവയ്ക്കയിൽ ഒക്കെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് കേട്ടോ. പാവയ്ക്കയിലൊക്കെയാണ് നമ്മൾ ഈ ബീഡഡ് റൂട്ട് കാണുക, അതായത് മൊമോഡിക്ക. അതേപോലെ നോഡുലോസ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു വള്ളി ഉണ്ടാവും, അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു നൊഡ്യൂള് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതാണ് നോഡുലോസ് റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഒക്കെയാണ് നോഡുലോസ് റൂട്ട് എന്ന് പറയുന്നത്. ഈ നോഡുലോസ് റൂട്ട് സാധാരണ അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനിലെ നോഡുലോസ് റൂട്ട് കാണുന്നത് കുർക്കുമ അമാൻഡ എന്ന് പറയുന്നത്. കുർക്കുമ അമാൻഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാങ്ങയിഞ്ചി എന്നൊക്കെ പറയില്ലേ, അതിനാണ് കുർക്കുമ അമാൻഡ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ ടാപ്പ് റൂട്ട് പറഞ്ഞപ്പോൾ സ്റ്റോറേജിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് രണ്ടും ഞാൻ വിട്ടുപോയിട്ട് അതും കൂടി ഒന്ന് നോക്കിക്കോ. റെസ്പിറേഷൻ നടക്കുന്ന ന്യൂമാറ്റോഫോഴ്സിലെ ടാപ്പ് റൂട്ടിന്റെ ഒരു മോഡിഫിക്കേഷനാണ് റെസ്പിറേറ്ററി റൂട്ട്, ന്യൂമാറ്റോഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. അതേപോലെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന നോഡുലേറ്റഡ് റൂട്ട് ഉണ്ട്, അത് ഏതിനകത്താണെന്നറിയോ? ഫാബേഷ്യയിൽ, അതായത് പീ പ്ലാന്റിലൊക്കെ ആണ് ഈ നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം ഇരിക്കുന്നത്, അതുപോലെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. ഇതും ഒരു ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനാണ് കേട്ടോ. ഇനി നമുക്ക് അഡ്വൻറ്റേഷ്യസ് റൂട്ടിന്റെ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ നോക്കാം. അത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലൈംബിംഗ് റൂട്ട്, ബട്രസ് റൂട്ട് അങ്ങനെയാണ്.
പ്രോപ്പ് റൂട്ട് ബനിയൻ ട്രീയിൽ കാണുന്നതാണ്. സ്റ്റിൽറ്റ് റൂട്ട് എന്തിലാണ്? മെയ്സിലും ഷുഗർ കെയിനിലും കാണുന്നതാണ്. നമ്മൾ പറഞ്ഞു അല്ലേ. ക്ലൈംബിംഗ് റൂട്ട് നമ്മൾ കാണുന്നത് ഈ പെപ്പർ പ്ലാന്റിലൊക്കെ ഉണ്ടല്ലോ, പെപ്പർ പ്ലാന്റ്, പൊത്തോസ്, അതിനകത്തൊക്കെ കാണുന്നത് ക്ലൈംബിംഗ് റൂട്ടാണ്. അതേപോലെ ബട്രസ് റൂട്ട്. ബട്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലവ് പോലത്തെ ചെടി ഉണ്ടല്ലോ, അതായത് ഈ നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോകുമ്പോൾ വലിയ പലക പോലത്തെ റൂട്ട് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതാണ്. നമ്മൾ അതിൽ കയറി ഇങ്ങനെ ഇരിക്കാറുണ്ട്. അത് ഇരിക്കാനൊക്കെ എളുപ്പത്തിനായിരിക്കും, ഇരിക്കാൻ പാകത്തിനൊക്കെ അത്രയും വലുപ്പത്തിലായിരിക്കും ഈ പറയുന്ന ബട്രസ് റൂട്ട് ഉണ്ടാവുക. ഈ ബട്രസ് റൂട്ട് വലിയ വലിയ മരങ്ങളുടെ ഇതായിട്ട് ഇലവ് ചെടിയിലൊക്കെയാണ് സാധാരണ ബട്രസ് റൂട്ട് കാണുക. അത് പ്ലാങ്ക് പോലത്തെ റൂട്ടായിരിക്കും കാണുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓക്കെ വൺ മോർ ഈസ് ദ നോഡുലോസ് റൂട്ട്. നോഡുലോസ് റൂട്ട് ഇത് സ്റ്റോറേജ് വരുന്നു, സോറി. സപ്പോർട്ട് റൂട്ട്, പ്രോപ്പ് റൂട്ടും സ്റ്റിൽ റൂട്ടും ക്ലൈംബിംഗ് റൂട്ടും ബട്രസ് റൂട്ടും ഉള്ളൂ കേട്ടോ, ബട്രസ് റൂട്ടും ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ ഈ സ്പെഷ്യൽ റൂട്ട്. സ്പെഷ്യൽ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് വിച്ച് ഈസ് മോഡിഫൈഡ് ടു ഡു സം അതർ ഫംഗ്ഷൻ. വേറെ ചില ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് അസിമിലേറ്ററി റൂട്ട്. അസിമിലേറ്ററി റൂട്ട് എന്ന് പറഞ്ഞാൽ ചില പ്ലാന്റ്സിൽ ലൈക്ക് ടീനിയോഫില്ലം ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സ്, ടീനിയോഫില്ലം ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സ് അവരൊക്കെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് റൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് അസിമിലേറ്ററി റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഗ്രോസ്കോപ്പിക് റൂട്ട്, ഹോസ്റ്റോറിയൽ റൂട്ട്. ഹോസ്റ്റോറിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് റൂട്ടാണ് കേട്ടോ. അത് റൂട്ട് പാരസൈറ്റും സ്റ്റെം പാരസൈറ്റിലും നമുക്ക് ഇതേ തരത്തിലുള്ള റൂട്ട് മോഡിഫിക്കേഷൻ കാണാൻ പറ്റും. റൂട്ട് പാരസൈറ്റിൽ നമ്മൾ ഈ തരത്തിലുള്ള പ്ലാന്റിന്റെ റൂട്ട് വേറൊരു പ്ലാന്റിന്റെ റൂട്ടിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് അവരുടെ പാരസൈറ്റ് ആയിട്ട് നിൽക്കുന്നതിനാണ് റൂട്ട് പാരസൈറ്റ് എന്ന് പറയാം. ഈ റൂട്ട് പാരസൈറ്റ് രണ്ട് തരത്തിലുണ്ട്. കംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റും ഉണ്ട്, ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റും ഉണ്ട്. അതായത് ഒരു ഹോസ്റ്റ് പ്ലാന്റിന്റെ റൂട്ടിൽ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് വളരുന്നതിനാണ് കംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് എന്ന് പറയുന്നത്. അവർക്ക് ലീഫ് ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് റഫ്ലേഷ്യ. ഏറ്റവും വലിയ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണ്? റഫ്ലേഷ്യ ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ കംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് സണ്ടാലം. സണ്ടാലം എന്ന് പറയുന്നത് എന്താണ്? ചന്ദനത്തിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇൻകംപ്ലീറ്റ് റൂട്ട് പാരസൈറ്റ് ആണ് കേട്ടോ. അതേപോലെ സ്റ്റെം പാരസൈറ്റ്. സ്റ്റെം പാരസൈറ്റ് നമുക്ക് കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് ഉണ്ട്. കംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് എന്ന് പറയുന്നത് കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മരത്തേലൊക്കെ കയറി കിടക്കുന്ന ഒരു തരം വെളുത്ത വള്ളി കണ്ടിട്ടില്ലേ? അതിന് ഈ പറയുന്ന ലീഫൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിനും അതുപോലെ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെ അബ്സോർപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് അവർ വേറെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് ഉണ്ട്. ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് എന്ന് പറയുന്നത് വിസ്കം എന്ന് പറയുന്ന പ്ലാന്റ്, അതുപോലെ ലൊറാന്തസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ ഇൻകംപ്ലീറ്റ് സ്റ്റെം പാരസൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഹോസ്റ്റോറിയ ടൈപ്പ് ഓഫ് റൂട്ടാണ്. ഹോസ്റ്റോറിയ ടൈപ്പ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് റൂട്ടാണ്. പാരസൈറ്റിക് റൂട്ടുള്ള പ്ലാന്റ്സ് ചിലപ്പോൾ വേറെ പ്ലാന്റിൻ്റെ റൂട്ടിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റെമ്മിലായിരിക്കും വളരുന്നത്. അതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഹൈഗ്രോസ്കോപ്പിക് റൂട്ട്. ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് കാണുന്നത് എപ്പിഫൈറ്റിക് പ്ലാന്റ്സിലാണ്. എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ്സ് വിച്ച് ഈസ് ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഫോർ ദ ഫുഡ് ഓർ വാട്ടർ ഓർ മിനറൽസ് എന്ന് പറഞ്ഞാൽ അവർ പാരസൈറ്റിക് അല്ല, അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം ആ പ്ലാന്റിനെ മതി. അങ്ങനത്തെ പ്ലാന്റിൽ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവും. അങ്ങനത്തെ റൂട്ടാണ് വെലാമൻ റൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഈ മാവിൻ്റെ മേലെയൊക്കെ ഓർക്കിഡ് പോലത്തെ ചെടികൾ വളരാറുണ്ട് അല്ലേ. അതിനകത്ത് ആ ഓർക്കിഡ് പോലത്തെ ചെടിക്ക് രണ്ട് തരത്തിലുള്ള റൂട്ടുണ്ട്. ഒന്ന് ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയും. ഈ ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുന്നത് ആ ഓർക്കിഡിനെ ആ ഹോസ്റ്റ് പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന റൂട്ടാണ് ക്ലിങ്ങിങ് റൂട്ട്. പിന്നെ ഒരു റൂട്ട് ഫ്ലഷി സ്പോഞ്ചി ആയിട്ടുള്ള ഒരു റൂട്ട് തൂങ്ങി കിടക്കുന്നതാണ്. അതിന് വെലാമൻ റൂട്ട് എന്നാണ് പറയാം. ആ വെലാമൻ റൂട്ട് സ്പോഞ്ചി ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റിനെയും അതുപോലെ തന്നെ മോയിസ്റ്റ് പാർട്ടിക്കിളിനെയും അതിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ആറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിനെയും ഡസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഹൈഗ്രോസ്കോപ്പിക് റൂട്ട്. ഹൈഗ്രോസ്കോപ്പിക് റൂട്ട് കാണുന്ന സാധാരണ ഓർക്കിഡ്. അതുപോലെ റൂട്ട് തോൺസ്, ചിലപ്പോൾ റൂട്ട് തോൺസ് ആയിട്ട് കാണാറുണ്ട്. അത് പൊത്തോസ് പ്ലാന്റിൽ, നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ പറയില്ലേ, മണി പ്ലാന്റിലൊക്കെ നമുക്ക് റൂട്ട് തോണായിട്ട് മോഡിഫൈ ചെയ്തേക്കുന്ന കാണാം. അത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ചില റൂട്ട് ലീഫിൻ്റെ നോച്ചസിൽ നിന്ന് വളരുന്നതാണ്. അതിനെ ഫോളിയാർ റൂട്ട് എന്ന് പറയും. ഈ ഫോളിയാർ റൂട്ട് കാണുന്ന ബ്രയോഫില്ലൻ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിലാണ്. അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൂട്ടാണ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറയുന്നത് റൂട്ട് അസോസിയേറ്റഡ് വിത്ത് ഫംഗസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ എഫിഷ്യൻ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ, എസ്പെഷ്യലി ഫോസ്ഫറസ് കണ്ടന്റ്. അതാണ് മൈക്കോറൈസ എന്ന് പറയുന്ന സ്പെഷ്യൽ റൂട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റൂട്ടിനെ പറ്റി നമ്മൾ പറയാൻ വിട്ടുപോയ രണ്ട് അഡീഷണൽ പോയിന്റ്സും കൂടെ ഉണ്ട്. പ്ലാന്റ്സ് ദാറ്റ് ആർ ഓൾ റൂട്ട്, അതായത് കംപ്ലീറ്റ് റൂട്ട് മാത്രമുള്ള പ്ലാന്റ് ആണ് പോഡോസ്റ്റെമൻ, PODOSTEMON.
പോഡോസ്റ്റെമൻ. ആൻഡ് പ്ലാന്റ്സ് വിത്തൗട്ട് റൂട്ട് ഇല്ലാത്ത പ്ലാന്റിന് എക്സാമ്പിൾ ആണ് വോൾഫിയ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റൂട്ട്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി സ്റ്റെം. ഓക്കെ, സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ടു ഡിസ്റ്റിംഗ്വിഷ് സ്റ്റെം ഫ്രം റൂട്ട്? റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് നോഡ്സും ഇന്റർനോഡ്സും ആണ്, അല്ലേ? സ്റ്റെം എന്ന് പറയുന്നത് തന്നെ അസെൻഡിങ് പാർട്ട് ഓഫ് ദ ആക്സിസ് ബിയറിംഗ് ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ബ്രാഞ്ചും ലീവ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ബെയർ ചെയ്യുന്ന പ്ലാന്റിന്റെ അസെൻഡിങ് പാർട്ടാണ്, മുകളിലേക്ക് വളരുന്ന റീജിയനാണ്. അത് പ്ലൂമ്യൂളിൽ നിന്ന് എറൈസ് ചെയ്യുന്നതാണ്. ജെർമിനേറ്റിംഗ് സീഡിന്റെ പ്ലൂമ്യൂളിൽ നിന്ന് എറൈസ് ചെയ്യുന്നതാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നോഡ്സും ഇന്റർനോഡും. നോഡൽ റീജിയനിൽ നിന്നാണ് ലീഫും ബ്രാഞ്ചും ഒക്കെ ഉണ്ടാകുന്നത്. ഇന്റർനോഡ് എന്ന് പറയുന്നത് രണ്ട് നോഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത്. സ്റ്റെം ബെയർ ചെയ്യുന്നത് ബഡ്സ്, ചിലപ്പോൾ ടെർമിനലിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിന്റെ തുമ്പത്തായിരിക്കും ബഡ്സ് ബെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിലറി ബഡ്സ് ആയിരിക്കും അത് ബെയർ ചെയ്യുന്നത്. അതുപോലെ സ്റ്റെം സാധാരണ യങ് കണ്ടീഷനിൽ ഗ്രീൻ കളറായിരിക്കും, വുഡി സ്റ്റേജിൽ അത് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ചെയ്യും. മേജർ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റെം എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഔട്ട് ബ്രാഞ്ചസ് സ്പ്രെഡ് ഔട്ട് ചെയ്യുക, ലീവ്സിനെ ബെയർ ചെയ്യുക, ഫ്ലവേഴ്സിനെ ബെയർ ചെയ്യുക, ഫ്രൂട്ട്സിനെ ബെയർ ചെയ്യുക. അതേപോലെ ഫംഗ്ഷൻസും, അതേപോലെ വാട്ടർ കണ്ടക്ട് ചെയ്യാൻ, മിനറൽ കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിനൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വാസ്കുലാർ ബണ്ടിൽസ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ ചില അഡീഷണൽ ഫംഗ്ഷൻസും സ്റ്റെമ്മ് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോറേജ് ഓഫ് ഫുഡ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഇതൊക്കെയാണ് സ്റ്റെമ്മിൻ്റെ കുറേ അതർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റെമ്മിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീഫിനെയും അതുപോലെ ഫ്രൂട്ടിനെ, ഫ്ലവറിനെയൊക്കെ ബെയർ ചെയ്യുക എന്ന് പറഞ്ഞു. അതേപോലെ കണ്ടക്ടിങ് ടിഷ്യൂസിനെ ക്യാരി ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതല്ലാതെ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റെം മേ നോട്ട് ഓൾവേസ് ബി ടിപ്പിക്കലി ലൈക്ക് വാട്ട് വി ആർ എക്സ്പെക്റ്റഡ് ടു ബി. എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല സ്റ്റെമ്മ്. ചില സ്റ്റെമ്മ് മോഡിഫൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. സ്റ്റോറേജ് ഓഫ് ഫുഡ് സാധാരണ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലും അതുപോലെ ഏരിയൽ സ്റ്റെമ്മിലൊക്കെ കാണാറുണ്ട് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് നടക്കുന്ന സ്റ്റെമ്മിൽ. അതിനൊരു എക്സാമ്പിളാണ് പൊട്ടറ്റോ, ജിഞ്ചർ, ടർമറിക്, സാമിൻകാൻ കൊളക്കേഷ്യ എന്നൊക്കെ പറയുന്നത് ചേന, ചേമ്പൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അതേപോലെ ഇത് പെരിനേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഭൂമിയുടെ അടിയിൽ അങ്ങനെ സപ്രസ് ആയിട്ട് കിടക്കും. അതിന് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് വീണ്ടും പൊട്ടിപ്പൊടിച്ച് വരും. അതിനെയാണ് പെരിനേഷൻ സംഭവിക്കുക എന്ന് പറയുക. അതേപോലെ ചില സ്റ്റെമ്മ് ടെൻഡ്രിൽസ് ആയിട്ട് മോഡിഫൈ ചെയ്യും. അതായത് ആക്സിലറി ബഡ്സ് ഒക്കെ ടെൻഡ്രിലായിട്ട്, അതായത് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാറുണ്ട്. അത് സാധാരണ കുക്കുംബറിലും പംകിനിലും വാട്ടർമെലനിലും ഗ്രേപ്പ് വൈനിലും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ആക്സിലറി ബഡ് ഓഫ് സ്റ്റെം ഓൾസോ ഗെറ്റ് മോഡിഫൈഡ് ടു വുഡി തോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് സാധാരണ സിട്രസിലും ബോഗൺവില്ലയിലും ഒക്കെയാണ് കാണുന്നത്. അത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ചില പ്ലാന്റ്സ്, ഏരിയഡ് റീജിയനിൽ കാണുന്ന ചില പ്ലാന്റ്സ് മോഡിഫൈ ചെയ്തിട്ട് ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായിട്ട് ലീഫ് പോലെ മോഡിഫൈ ചെയ്യാറുണ്ട്. അത് കാണുന്ന ഓപ്പൺ ഷെയിലാണ്. അത് ഓപ്പൺ ഷെയിൽ കാണുന്ന സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫില്ലോക്ലാഡ്. അതേപോലെ യൂഫോർബിയയിലും ഈ പരന്നിട്ടല്ല അത് മോഡിഫൈ ചെയ്യുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും യൂഫോർബിയയിൽ മോഡിഫൈ ചെയ്യുക. കള്ളിമുൾച്ചെടി എന്ന് നമ്മൾ പറയില്ലേ, അതിനകത്തൊക്കെ അതും ഫില്ലോക്ലാഡ് എന്നാണ് അതിൻ്റെ മോഡിഫിക്കേഷൻ പറയുന്നത്. അതേപോലെ അങ്ങനത്തെ മോഡിഫിക്കേഷൻ നടക്കുന്ന സ്റ്റെമ്മ്, അതായത് പരന്നും സിലിണ്ട്രിക്കൽ ഷേപ്പിലൊക്കെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് സ്റ്റെം മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഫില്ലോക്ലാഡ് എന്ന് പറഞ്ഞു അല്ലേ. ആ ഫില്ലോക്ലാഡ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ നടക്കുന്ന സ്റ്റെമ്മിനകത്ത് ക്ലോറോഫിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോസിന്തസിസ് ഈസി ആയിട്ട് നടക്കുന്ന റീജിയൻ ആയിരിക്കും. അതേപോലെ ചില പ്ലാന്റ്സിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാസ്, സ്ട്രോബെറി ഒക്കെ. ഗ്രാസിൻ്റെ അകത്തും സ്ട്രോബെറിയിലൊക്കെ നമുക്ക് ഈ സബേരിയൽ സ്റ്റെമ്മാണ്, അതായത് പാർഷ്യലി ആണ് അത് ഉള്ളിലേക്ക്, സോയിലിൻ്റെ ഉള്ളിലേക്ക് കാണുന്നത്, പാർഷ്യലി അത് പുറത്തേക്ക് തന്നെയായിരിക്കും കാണുക. പക്ഷേ അതിൻ്റെ നോഡൽ റീജിയനിൽ നിന്നൊക്കെ വേരുകൾ ഇറങ്ങിയിരിക്കണമുണ്ട്. അതിൻ്റെ ഇന്റർനോഡൽ റീജിയനിൽ എവിടെയെങ്കിലും കട്ട് സംഭവിച്ചാൽ, അതായത് അത് മുറിഞ്ഞു പോയാലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വളരാൻ സഹായിക്കും. അതിന് റണ്ണർ എന്ന് പറയും. അതായത് ഗ്രാസിലും സ്ട്രോബെറിയിലും ഒക്കെ ഈ പറയുന്ന സബേരിയൽ സ്റ്റെമ്മോ മോഡിഫൈ ചെയ്തിട്ട് റണ്ണറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മിൻറ്റും ജാസ്മിനും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് നേരെ മേലേക്ക് വളരുകയും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ
മേക്ക് ആൻ ആർക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒന്ന് വളഞ്ഞ് വീണ്ടും അത് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യും. എവിടെയാണോ അത് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്നത് അവിടെ വന്നിട്ട് അവിടെ വേരുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് വേറൊരു തരത്തിലുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ്. അതും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോളൻ. അത് സാധാരണ മിൻറ്റ്, ജാസ്മിൻ അവിടെയൊക്കെയാണ് കാണുക. അതേപോലെ നമ്മൾ ഈ എയ്ക്കോർണിയ, പിസ്റ്റിയ തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ റണ്ണർ പോലെ തന്നെയാണ്, സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. പക്ഷേ അവർ ഇന്റർനോഡൽ ലെങ്ത് വളരെ കുറവായിരിക്കും. അതിൻ്റെ നോഡൽ റീജിയൻ വളരെ അടുത്തടുത്ത് കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റണ്ണർ വിത്ത് ഇന്റർനോഡൽ ലെങ്ത് അത് ഒരുപാട് ഹൈ ലെവലിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തും. അതിനെ നമ്മൾ ഓഫ്സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ പിസ്റ്റിയയിലും എയ്ക്കോർണിയയിലും ഒക്കെ അവരുടെ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് എയ്ക്കോർണിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമോ അവരുടെയൊക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് സ്റ്റെമ്മ് നേരെ താഴേക്ക് വളരും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഗ്രോ ഹൊറിസോണ്ടലി. പിന്നെ അവർ നേരെ ഹൊറിസോണ്ടലായിട്ട് വളരും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒബ്ലിക്കലി ഇറ്റ് വിൽ കം അപ്വേർഡ്. പിന്നെ പെട്ടെന്ന് മുകളിലേക്ക് വളരും. ഇതൊക്കെ സാധാരണ കാണുന്നത് ക്രൈസാന്തിമത്തിലും പൈനാപ്പിളിലും ബനാനയിലും ഒക്കെയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് സക്കർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പൈനാപ്പിൾ ചെടി പാരന്റൽ ചെടി നിൽക്കുന്നതിൻ്റെ കുറച്ച് ദൂരേക്ക് മാറിയിട്ട് അതിൻ്റെ ഓസ്പ്രിങ് ചെടികളൊക്കെ ഉണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സക്കർ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ കുറച്ചും കൂടി ഒരു ഓർഡറിൽ പഠിക്കാം. ഞാനിവിടെ NCERT ഓർഡറിലാണ് പറഞ്ഞത്. കുറച്ചും കൂടി ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാം. സ്റ്റെമ്മ് പലതരത്തിലുണ്ട്. ദാറ്റ് ഈസ് ഞാനിവിടെ പെൻസിൽ കൊണ്ട് എഴുതിയേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സ്റ്റെമ്മ് നമുക്ക് മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യുക. അത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റെമ്മിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്, ഒന്ന് ഏരിയൽ സ്റ്റെമ്മാണ്, ഒന്ന് സബ് ഏരിയൽ സ്റ്റെമ്മാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലേക്ക് കാണുന്ന സ്റ്റെമ്മിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുക. അതേപോലെ ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നത് ഭൂമിയുടെ മേലഭാഗത്തേക്ക് പൊന്തി നിൽക്കുന്ന സ്റ്റെമ്മിനെയാണ് നമ്മൾ ഏരിയൽ സ്റ്റെം എന്ന് പറയാം. അതുപോലെ സബ് ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞിട്ട് ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്. സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ സാധാരണ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കാണുന്നത് റൈസോം, ട്യൂബർ, ബൾബ്, കോം അങ്ങനെയാണ് കാണാം. റൈസോം എന്ന് പറയുന്നത് ഇത് ജിഞ്ചർ പോലത്തെ സ്റ്റെമ്മാണ് റൈസോം എന്ന് പറയാം. അതേപോലെ ട്യൂബർ എന്ന് പറയുന്നത് പൊട്ടേറ്റോ, ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിലിയം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനകത്താണ് ബൾബ് തരത്തിലുള്ള മോഡിഫിക്കേഷൻ, സ്റ്റെം മോഡിഫിക്കേഷൻ കാണാം. അതേപോലെ ഓണിയൻ, അത് ബൾബ് പോലത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അവിടെ ബൾബ് എന്ന് പറയുന്നത് ആ ലീഫ്, നമ്മൾ കഴിക്കുന്ന ലീഫ് അല്ല കേട്ടോ, നമ്മൾ ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ഒരു സ്റ്റെമ്മിന്റെ പോർഷൻ ഉണ്ട്, അതാണ് ബൾബ് എന്ന് പറയുന്നത്. അതുപോലെ കോം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന കൊളോക്കേഷ്യയിലൊക്കെ കാണുന്നതാണ്, അതായത് ചേന ചേമ്പിലൊക്കെ കാണുന്നതാണ് കോം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഇനി ഏരിയൽ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടെൻഡ്രിൽസ് ഇതിൽ കാണുന്നത് നമ്മൾ പറഞ്ഞ കുക്കുർബിറ്റയിലും അതുപോലെ ഗ്രേപ്പ് വൈനിലും ഒക്കെ കാണുന്നതാണ്. ടോൺസ് എന്തിൽ കാണുന്ന സിട്രസിലും ബോഗൺവില്ലയിലും ഒക്കെ കാണുന്ന. ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മൾ സാധാരണ വളരുന്ന ഒരു പ്ലാന്റിൽ പെട്ടെന്ന് വേറൊരു പ്ലാന്റിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ഹുക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തിട്ട്. അത് സാധാരണ കാണുന്ന അർട്ടാബോട്രിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിലാണ് കേട്ടോ. അതുപോലെ ഏരിയൽ സ്റ്റെമ്മിന്റെ വേറൊരു മോഡിഫിക്കേഷനാണ് ഫില്ലോക്ലാഡ് നമ്മൾ പറഞ്ഞു ഒപ്പൻഷ്യയിലും യൂഫോർബിയയിലും ഒക്കെ കാണുന്നതാണ് ഫില്ലോക്ലാഡ്. അതുപോലെ ക്ലാഡോഡ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്, അത് അസ്പെരാഗസിൽ കാണുന്ന. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ മേജർ സ്റ്റെം കേട്ടോ. എന്നിട്ട് അതിന്റെ ബ്രാഞ്ചസ് വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇന്റർനോഡൽ ലെങ്ത് എന്ന് പറയുന്നത് 1-2 ഉണ്ടാവുള്ളൂ, 1-2 ഇന്റർനോഡ്സേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഫില്ലോക്ലാഡ് എന്ന് പറയുന്ന ഒരുപാട് ഇന്റർനോഡ്സ് ഉണ്ടാവും അല്ലെ. നമ്മളിതാ ഇതൊരു ഇല പോലത്തെ സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത ഇല പോലത്തെ ഇതായിരിക്കും, അങ്ങനെ ഒരുപാട് എണ്ണം കാണും. ഇവിടെ പക്ഷെ ഒരെണ്ണം മാത്രമേ കാണുള്ളൂ. ഇതിന്റെ ലീഫ് എന്ന് പറയുന്നത് ഇതിന്റെ അടിഭാഗത്തൊക്കെ കാണുന്ന സ്കെയിലി ലീവ്സ് ആണ്. അപ്പൊ അവിടെ സ്കെയിലി ലീവ്സ് ആയതുകൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് ഒന്നും ചെയ്യുന്നില്ല അവര്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ഈ സ്റ്റെം റീജിയനിലാണ്. അപ്പോൾ അത് ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള മോഡിഫിക്കേഷനാണ് കേട്ടോ ഈ ക്ലാഡോഡ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ. അപ്പോൾ ക്ലാഡോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത് അസ്പെരാഗസിലാണ്. അതേപോലെ ബൾബിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ അഗേവ് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് പ്ലാന്റിൽ കാണുന്ന. പിന്നെ ബൾബിൽ കാണുന്നത് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, കാച്ചിൽ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? കാച്ചിൽ എന്ന് പറയുന്ന ഒരു കിഴങ്ങുണ്ട്, ആ കിഴങ്ങ് ഒരു ബൾബിലാണ്, അതും ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള. അതുപോലെ ട്യൂബറോൺ, ഷുഗർ കെയിനിൽ ആ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മോഡിഫിക്കേഷനാണ് നമ്മൾ ട്യൂബറോൺ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഏരിയൽ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടെൻഡ്രിൽ, തോൺ, ഹുക്ക്,
ചക്ക്, ഫില്ലോക്ലാഡ്, ക്ലാഡോഡ്, ബൾബിൽ, ട്യൂബറോൺ. ഇനി നെക്സ്റ്റ് വൺ ഈ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ മേജറായിട്ട് റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കറാണ്. റണ്ണർ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ഗ്രാസ് ആസ് വെൽ ആസ് ദ സ്ട്രോബെറി. സ്ട്രോബെറിയിലും ഗ്രാസിലും കാണുന്ന. സ്റ്റോളൻ എന്ന് പറയുന്ന മിൻറ്റ് അതുപോലെ തന്നെ ജാസ്മിനിലൊക്കെ കാണുന്നതാണ്. ഓഫ്സെറ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എയ്ക്കോർണിയ, പിസ്റ്റിയ. സക്കർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ക്രൈസാന്തിമം, പൈനാപ്പിൾ. ഇവിടെ ബനാന എന്നും കൂടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബെറ്റർ ബനാന റൈസോമിന് ഓർത്തിരുന്നോ? കാരണം എന്താണെന്ന് വെച്ചാൽ ബനാന റൈസോമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബനാന റൈസോമിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ വേറെ രണ്ട് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനാണ് കോഡെക്സും കമ്മും. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കോഡെക്സ്, CAUDEX, കോഡെക്സ്. ഇതെന്താന്ന് വെച്ചാൽ പാം സ്റ്റെമ്മിനെയാണ് കോഡെക്സ് എന്ന് പറയുന്നത്. അതായത് അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെം, നമുക്ക് തെങ്ങ്, പനയൊക്കെ ഉണ്ടല്ലോ, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ കോഡെക്സ് എന്ന് പറയാം. അതേപോലെ കം, CULM, കം എന്ന് പറയുന്നത് സോളിഡ് നോഡുള്ള ഹോളോ ഇന്റർനോഡുള്ള സ്റ്റെമ്മിനെയാണ് കം എന്ന് പറയാം. ബാംബുവിൻ്റെയൊക്കെ ഷൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് നമുക്കറിയാം അതിൻ്റെ ആ ഒരു നമ്മൾ ഏണി ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഈ ബാംബു ഉണ്ടല്ലോ, അതിൻ്റെ ആ ഓരോ ബ്രാഞ്ചസ് റൈസ് ചെയ്തേക്കുന്ന ആ റീജിയനാണ് അവരുടെ നോഡ് എന്ന് പറയുന്നത്. ആ നോഡൽ റീജിയൻ ഹോളോ ആയിരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് കയറി വളർന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും? ഹോളോ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതിനെയാണ് കം എന്ന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. കോഡെക്സും കമ്മും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫില്ലോക്ലാഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാഡോഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ നമുക്കിവിടെ അത്യാവശ്യം കുറച്ച് മോഡിഫിക്കേഷൻ നമ്മളിത് വീണ്ടും 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്, എന്നാലും അത്യാവശ്യം ഇവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റെം. നെക്സ്റ്റ് വൺ വിച്ച് വി ഹാവ് ടു സ്റ്റഡി ഈസ് ലീഫ്. The leaf, it is also called as phylopodium. Leaf is also called as phylopodium. It is laterally generally flattened structure borne on the stem. Okay, സ്റ്റെമ്മിൽ കാണുന്ന നോഡൽ റീജിയനിൽ കാണുന്ന ലാറ്ററൽ ജനറലി ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ആണ് ഈ പറയുന്ന ലീഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്സിലിൽ ബഡ്സ് ബെയർ ചെയ്യുന്ന ഇതും കാണാൻ കഴിയും കേട്ടോ. അതായത് ആക്സിലറി ബഡൊക്കെ ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഈ ആക്സിലറി ബഡ് പിന്നീട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഷൂട്ടിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് എക്രോപീറ്റൽ ഓർഡറിലാണ് സാധാരണയായിട്ട് ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ് ആണ് ഇതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ലീഫ് ബേസും പീറ്റിയോളും ലാമിനയാണ്. ലീഫ് ബേസിന് പറയുന്ന വേറൊരു പേരാണ് ഹൈപ്പോപോഡിയം. ലീഫ് ബേസ് എന്ന് പറയുന്നത് ലീഫിനെ സ്റ്റെമ്മിനോട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന റീജിയനാണ് ലീഫ് ബേസ്. പീറ്റിയോൾ എന്ന് പറയുന്നത് ലീഫിനെ ആ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന സ്റ്റോക്കിനെയാണ് പീറ്റിയോൾ എന്ന് പറയുന്നത്. പീറ്റിയോൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് മീസോപോഡിയം. അതേപോലെ ലാമിന എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ വേർ ഫോട്ടോസിന്തസിസ് ഈസ് ഒക്കറിങ്. അതിന് പറയുന്ന വേറൊരു പേരാണ് എപ്പിപോഡിയം. ഓക്കെ, ഈ ലീഫ് ബേസ് ആണ് അതിനെ അറ്റാച്ച് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത് അല്ലേ. ഈ ലീഫ് ബേസിനകത്ത് രണ്ട് സ്മോൾ ലാറ്ററൽ ലീഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റിപ്യൂൾ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സ്റ്റിപ്യൂൾ ഉള്ള ലീഫിനെ നമ്മൾ സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നും സ്റ്റിപ്യൂൾ ഇല്ലാത്തതിന് നമ്മൾ എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രാസിൽ ഇതേപോലെ കാണുന്ന സ്റ്റിപ്യൂൾ, അതായത് അതിൻ്റെ ലീഫ് ബേസിനും ലാമിനയ്ക്കും ഇടയിൽ കാണുന്ന ഇങ്ങനത്തെ ലീഫ് പോലത്തെ ഒരു ഔട്ട് ഗ്രോത്തിനെ നമ്മൾ ലിഗ്യൂൾ എന്നാണ് പറയുക. ലിഗ്യൂൾ ഉള്ളതിനെ നമ്മൾ ലിഗ്യുലേറ്റ് എന്നും ലിഗ്യൂൾ ഇല്ലാത്തതിന് എക്സ് ലിഗ്യുലേറ്റും എന്നും ആണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ലീഫ് ബേസ് വന്നിട്ട് ചിലപ്പോൾ എക്സ്പാൻഡ് സ്ട്രക്ചർ ഷീത്ത് പോലെ എക്സ്പാൻഡഡ് ആയിട്ട് കാണാറുണ്ട്. അത് ചിലപ്പോൾ പാർഷ്യലി സ്റ്റെമ്മിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കാം, ചിലപ്പോൾ കംപ്ലീറ്റ് സ്റ്റെമ്മിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കാം. ഗ്രാസിലും ബനാനയിലും ഒക്കെയാണ് അങ്ങനത്തെ സ്ട്രക്ചർ കാണുന്നത്. അതേപോലെ ചില പ്ലാന്റ്സിൽ, ലെഗ്യുമിനസ് പ്ലാന്റ്സിലൊക്കെ നമ്മൾ നോക്കിയാൽ, അതുപോലെ മാംഗോ ലീവ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് ബേസ് വന്നിട്ട് സ്വെല്ലനായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പൾവിനസ് എന്നാണ്, പൾവിനസ് ലീഫ് സ്ട്രക്ചർ എന്നാണ് പറയാം. ഓക്കെ, മിമോസ പ്ലാന്റിൽ എന്താ പറയുക, ടച്ച് മീ നോട്ട് പ്ലാന്റ് ഉണ്ടല്ലോ, അതായത് തൊട്ടാവാടി ചെടി. ആ തൊട്ടാവാടി ചെടിയിൽ നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ ആ ലീഫ് ബേസ് ഇങ്ങനെ കൂമ്പി താണു പോകാനുള്ള കാരണം ഈ പറയുന്ന പൾവിനസ് ടൈപ്പ് ഓഫ് ലീഫ് ബേസ് ആണ് കേട്ടോ. അതേപോലെ നമുക്ക് കാണാം അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലാറ്റൻ സ്ട്രക്ചറാണ് ലീഫ് ബ്ലേഡ്. ആ ലീഫ് പീറ്റിയോൾ എന്ന് പറയുന്നത് ലീഫിനെ, ബ്ലേഡിനെ നേരെ ലൈറ്റിലേക്ക് തിരിച്ച് നിർത്താനുള്ള ഒരു സ്ട്രക്ചറാണ് പീറ്റിയോൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ലോങ് ഫ്ലെക്സിബിൾ പീറ്റിയോൾ ലീഫ് ബ്ലേഡിനെ വിൻ്ററിൽ ഫ്ലട്ടർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിൻ്ററിൽ ആടിക്കൊണ്ടിരിക്കാൻ സഹായിക്കും. അതുപോലെ ലീഫിൻ്റെ സർഫസ് കൂളാക്കി വെക്കാൻ സഹായിക്കും. അതുപോലെ ലീഫ്
സർഫസിലേക്ക് ഫ്രഷ് എയറിനെ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഈ പറയുന്ന പീറ്റിയോളാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടാണ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. അതാണ് ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ചില ലീഫിനകത്ത് പീറ്റിയോൾ ഉണ്ടാവില്ല കേട്ടോ. ചില ലീഫിനകത്ത് പീറ്റിയോൾ ഉണ്ടാവും, ചില ലീഫിനകത്ത് പീറ്റിയോൾ ഉണ്ടാവില്ല. പീറ്റിയോൾ ഇല്ലാത്ത ലീഫിന് നമ്മൾ സെസൈൽ ലീഫ് എന്നാ പറയാം. പീറ്റിയോൾ ഉള്ളതിന് നമ്മൾ പീറ്റിയോലേറ്റ് ലീഫ് എന്ന് പറയും. ഓക്കെ, സെസൈൽ ലീഫൊക്കെ കാണുന്ന കാലോട്രോപ്പിസിന്റെ കേസിൽ എരിക്കിന്റെ ഇതുണ്ടല്ലോ, എരിക്കിന്റെ പ്ലാന്റില്ലേ, അതിൻ്റെ അകത്ത് ലീഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ലീഫിന് ഞെട്ടുണ്ടാവില്ല. ഞെട്ടെന്ന് പറഞ്ഞാൽ പീറ്റിയോൾ ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ അതിൻ്റെ ലീഫ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനാണ്. ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനിൽ കൂടെ വെയിൻസും വെയിൻലെറ്റ്സും ഒക്കെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ വെയിൻസിനും വെയിൻലെറ്റ്സിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സൈലത്തിനെയും ഫ്ലോയത്തിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്ന ഈ വെയിൻസിലും വെയിൻലെറ്റ്സിലും ഒക്കെയാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള റിബ് അല്ലെങ്കിൽ ഏറ്റവും സെൻറ്ററിലുള്ള റിബിനെ നമ്മൾ മിഡ് റിബ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മിഡ് റിബിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ സൈലോം ഫ്ലോയും പാസ് ചെയ്യുന്നത്. അതുപോലെ ഈ വെയിൻസ് ആണ് ലീഫ് ബ്ലേഡിന് റിജിഡിറ്റി കൊടുക്കുന്നത്. അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ ഈ പറയുന്ന വെയിൻസിൽ കൂടെയാണ്. പല പ്ലാന്റ്സിലും ഈ ലീഫിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ഇൻസിഷൻ ഓഫ് ലാമിനയൊക്കെ വേരി ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതുപോലെ ഈ വീനേഷൻ പലതരത്തിലുണ്ട്. പ്ലാന്റ്സിൽ വീനേഷൻ പലതരത്തിലുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഇൻ ദ ലാമിന ഈസ് കോൾഡ് ആസ് വീനേഷൻ. ലാമിനയുടെ ലാമിനയിലെ വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് പറയാം. വീനേഷൻ മേജർലി രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് പാരലൽ വീനേഷനും ഒന്ന് റെറ്റിക്കുലേറ്റ് വീനേഷനും. പാരലൽ വീനേഷൻ സാധാരണ കാണുന്നത് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിലും റെറ്റിക്കുലേറ്റ് വീനേഷൻ സാധാരണ കാണുന്നത് ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിലുമാണ്. ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണുന്ന മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഉണ്ട്. റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണുന്ന മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് ഡയോസ്കോറിയയും അലോക്കേഷ്യയും. ഡയോസ്കോറിയ എന്ന് പറയുന്നത് ഈ ഇതാണ് കാച്ചിൽ ചെടി ഉണ്ടല്ലോ, കാച്ചിൽ ചെടി. അതുപോലെ അലോക്കേഷ്യ, ചേമ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ നോക്കിയാൽ അവർക്കൊക്കെ റെറ്റിക്കുലേറ്റ് വീനേഷനായി, ഈവൻ ദോ ദേ ആർ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ്. അതേപോലെ തന്നെ ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ പാരലൽ വീനേഷൻ കാണിക്കുന്നതുണ്ട്. അത് കാലോഫില്ലം, എറിഞ്ചിയം, കൊറിമ്പിയം എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണ്. അവർക്ക് പാരലൽ വീനേഷനാണ് കാണിക്കുക, ഈവൻ ദോ ദേ ആർ ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സ്. ഓക്കെ, നൗ പ്ലാന്റിൻ്റെ ലീഫ് വന്നിട്ട് ടൈപ്സ് ഓഫ് ലീവ്സ്, പലതരത്തിലുള്ള ലീഫ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ലീഫാണ്, ഒന്ന് കോമ്പൗണ്ട് ലീഫാണ്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ആ ലാമിനയുടെ സർഫസ് എൻറ്റയർ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ലീഫ് ലാമിന എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കണ്ടോ, ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഈ സാധനം ഇതിൻ്റെ നോച്ചസ് വന്നിട്ട് ഇവിടം വരെ ഉണ്ടാവുള്ളൂ സിമ്പിൾ ലീഫിൻ്റെ കേസിൽ. പക്ഷേ കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ ഈ നോച്ച് വന്നിട്ട് നേരെ മിഡ് റിബിൽ ടച്ച് ചെയ്യും. അപ്പോൾ എന്തായി, ഇത് ഓരോന്ന് കീറി വേറെ വേറെ ഇലകളായിട്ട് മാറും. അപ്പോൾ അതെന്തായി, കോമ്പൗണ്ട് ലീഫ്. അതാണ് സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ the incision if it is not touching the midrib that act as a simple leaf. If the incision touch the midrib and separate the each incision into one leaf, that is called as compound leaf. Okay, അതേപോലെ ലീഫ്ലെറ്റിൻ്റെ ഇടയിൽ, കോമ്പൗണ്ട് ലീഫിൻ്റെ ഓരോ ലീഫ്ലെറ്റിൻ്റെ ഇടയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, വേറൊരു ലീഫ് ഉണ്ടാവില്ല. അതായത് സ്റ്റിപ്യൂൾ പോലത്തെ ലീവ്സ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു സാധാരണ ലീഫിൻ്റെ ഉള്ളിൽ അതിൻ്റെ നോഡിനോട് ചേർന്ന് എന്തുണ്ടാവുമെന്നാണ് പറഞ്ഞാൽ സ്റ്റിപ്യൂൾസ് ഉണ്ടാവും. പക്ഷേ കോമ്പൗണ്ട് ലീഫിൻ്റെ ലീഫ് ലെറ്റ് എന്നാണ് പറയുക. കോമ്പൗണ്ട് ലീഫിൻ്റെ ലീഫ് ലെറ്റ് എന്നാണ് പറയുക. അതായത് ഇതുണ്ട്, ഇതൊരു കോമ്പൗണ്ട് ലീഫാണ്, ഇതൊരു ലീഫ് ലെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, സ്റ്റിപ്യൂൾസ് ഫോം ചെയ്യില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി കോമ്പൗണ്ട് ലീഫ് തന്നെ പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് കാണാൻ പറ്റും. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതിൻ്റെ സെൻറ്റർ ആക്സിസ്, ഈ പീറ്റിയോൾ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ പീറ്റിയോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അത് മിഡ് റിബ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ, ആ മിഡ് റിബ് അത് മോഡിഫൈ ചെയ്തിട്ട് റാച്ചിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആകുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റാച്ചിസ്. ഈ റാച്ചിസിനെയാണ് ഓരോ ലീഫ്ലെറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോമൺ റാച്ചിസ് ഓൺ വിച്ച് ഇഫ് ദ ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച് ദാറ്റ് ഈസ് കോൾഡ് ആസ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. ഓക്കെ, കോമൺ ആക്സിസിലാണ് അതിൻ്റെ ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് സാധാരണ കാണുന്ന നീം ലീവ്സ് അല്ലെങ്കിൽ കറി ലീവ്സിലൊക്കെയാണ് അതേപോലത്തെ സ്ട്രക്ചർ കാണുക. അതുപോലെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ഉണ്ട്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഒരു കോമൺ പോയിന്റിൽ നിന്ന് എല്ലാ ലീവ്സും റൈസ് ചെയ്യുന്നതിനെയാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുന്നത്. Palmately compound leaves, it is present in the case of silkworm. Silk cotton. Silk cottonലാണ് palmately compound leaves കാണുന്നത്. ഒരു കോമൺ പോയിന്റിൽ എല്ലാ ലീവ്സും അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ palmately compound leaves എന്ന് പറയുന്നത്. ഇനി അറേഞ്ച്മെന്റ് ഓഫ് ദ
leaves on the this one stem, that is called as phyllotaxy. Phyllotaxy എന്ന് പറയുന്നത് എങ്ങനെയാണ് ലീഫ് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്, അതിനെ ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഫില്ലോടാക്സി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫില്ലോടാക്സി there are different types as alternate phyllotaxy is there, opposite phyllotaxy is there, world phyllotaxy is there. കണ്ടോ, ചൈന റോസിന്റെ ഡയഗ്രാം കൊടുത്തിട്ടില്ല. ചൈന റോസിലെ കേസിൽ നമുക്കറിയാം, ഇവിടെ ഒരു ലീഫ് ഉണ്ടായാൽ പിന്നെ ഇവിടുന്ന് ലീഫ് ഉണ്ടാവുക, പിന്നെ ഇവിടുന്ന് ലീഫ് ഉണ്ടാവുക, പിന്നെ ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് മാനറിലായിരിക്കും ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ നമ്മൾ എന്താ പറയുക, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഇനി ഓപ്പോസിറ്റ് ഫില്ലോടാക്സി വന്നിട്ട് രണ്ട് തരത്തിലുണ്ട്, ഡെക്യുസിറ്റും സൂപ്പർ ഇമ്പോസ്ഡും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേരയുടെ ഇലയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടത് ഇതേപോലെ ഒരു ലീഫ് ഉണ്ടാവും, പിന്നെ അത് ഇങ്ങോട്ടൊരു ലീഫ് ഉണ്ടാവും. അതിൻ്റെ നേരെ മുകളിലായിട്ട് അടുത്ത ലീഫ് ഉണ്ടാവും, അതിൻ്റെ നേരെ മുകളിൽ. ഇതിന് നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി എന്നാ പറയുക. സൂപ്പർ ഇമ്പോസ്ഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. ഇതാ ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇതൊക്കെ നേരെ ആയിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയിൽ. പക്ഷേ ഡെക്യുസൈറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് കാലോട്രോപ്പിസിന്റെ കേസിൽ കാണുന്ന, അതായത് ഇവിടെ ഇങ്ങോട്ട് രണ്ട് ഇല ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും ആയിരിക്കും ഉണ്ടാവുക. അതല്ലാതെ നേരെ മേലേക്കല്ല. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങോട്ട് ഒരെണ്ണം, പിന്നെ നേരെ ഇങ്ങോട്ട് ഒരെണ്ണം, പിന്നെ ഇങ്ങോട്ട് ഒരെണ്ണം, അങ്ങനെയായിരിക്കും ഇലകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡെക്യുസൈറ്റ് ടൈപ്പ് ഓഫ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സിൽ. അത് കാലോട്രോപ്പിസ് ആണ് അതിന് എക്സാമ്പിൾ കേട്ടോ. അതേപോലെ ഒരു നോഡിൽ നിന്ന് തന്നെ ഒരുപാട് ലീവ്സ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് വേൾഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. ദാറ്റ് ഈസ് സീൻ ഇൻ അൾസ്റ്റോണിയ, നീരിയം, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നീരിയം എന്നൊരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, അൾസ്റ്റോണിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നീരിയം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് നീറ്റ് എക്സാമിൽ. സോ ഹിയർ അൾസ്റ്റോണിയ ഓർ നീരിയം ദാറ്റ് ഷോ ദ വേൾഡ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. നൗ വി വിൽ സീ ദ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ഓഫ് ലീവ്സ്. ലീവ്സ് ഏതൊക്കെ തരത്തിൽ മോഡിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെച്ചേക്കുന്ന മാത്രം നോക്കാം. then after that we will see the some additional points. See, ലീഫ് സാധാരണ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് ടെൻഡ്രിൽസ് ആവാറുണ്ട്. ടെൻഡ്രിൽസ് സാധാരണ കാണുന്ന പീ പ്ലാന്റിലാണ്. ടെൻഡ്രിൽസ് നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷനിലും കാണുന്നുണ്ട്, അത് കുക്കുർബിറ്റയിലാണ് അല്ലേ. അപ്പൊ tendrils in the pea plant and tendrils in the cucurbita, they both are analogous structure. കാരണം എന്താ, ഒന്ന് സ്റ്റെമ്മോ ഒന്ന് ലീഫും ആണ്. രണ്ടും മോഡിഫൈ ചെയ്തേക്കുന്ന സെയിം ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അത് അനലോഗസ് സ്ട്രക്ചറാണ്. അതേപോലെ സ്പൈൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ദ കേസ് ഓഫ് കാക്ടസിന്റെ ഉള്ളിലൊക്കെ ലീഫ് മോഡിഫൈ ചെയ്തിട്ട് സ്പൈൻ ആയിട്ട് കാണാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒണിയനിലും അതുപോലെ ഗാർലിക്കിലും ഒക്കെ ഫ്ലഷി ലീവ്സ് ആയിട്ട് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ലീഫ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ഓണിയൻ ആൻഡ് ഗാർലിക്. ഓക്കെ. അതേപോലെ ഓസ്ട്രേലിയൻ അക്കേഷ്യയിലൊക്കെ നമ്മുടെ ലീഫൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീറ്റിയോളാണ് കേട്ടോ അവിടെ മോഡിഫൈ ചെയ്യുക. അതിൻ്റെ പീറ്റിയോളിൻ്റെ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ എലോങ്ങേറ്റഡ് ആയിട്ട് കാണും. പീറ്റിയോളിൻ്റെ സ്ട്രക്ചർ ഇതാ ഇതേപോലെ കാണും. പീറ്റിയോട് നേരെ ഇരിക്കേണ്ട പീറ്റിയോട് ഇതാ ഇത് ലീഫ് പോലെ കാണും. എന്നിട്ട് അവർക്ക് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ് കാണുക. എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ ലീഫ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതേപോലെ ആയിരിക്കും ലീഫ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഈ ലീഫ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ ആകെ ഉണ്ടാവുന്നത് ഈ പറയുന്ന പീറ്റിയോൾ. ഇത് ശരിക്കും എന്താണ്, പീറ്റിയോളാണ്. ഈ പീറ്റിയോളിൻ്റെ ഫംഗ്ഷൻ എന്താ അറിയോ, ഫോട്ടോസിന്തസിസാണ്. ഈ അക്കേഷ്യ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വരണ്ട കാലാവസ്ഥയിൽ നിൽക്കുന്ന. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയൻ അക്കേഷ്യൊക്കെ അവരെ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീവ്സിനെയൊക്കെ പൊഴിച്ച് കളഞ്ഞ് അതിൻ്റെ സ്റ്റെമ്മിലാണ് അതിൻ്റെ ഫോട്ടോസിന്തസിസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്റ്റെമ്മിലും പോയിട്ട് പീറ്റിയോളിലാണ് അതിൻ്റെ ഫോട്ടോസിന്തസിസ് ചെയ്യുക. പീറ്റിയോളും ലീഫിൻ്റെ ഒരു ഭാഗമാണല്ലോ, അതുകൊണ്ട് തന്നെ ലീഫ് മോഡിഫിക്കേഷൻ എന്ന് പറയും. ആ തരത്തിലുള്ള ലീഫ് മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫില്ലോഡും ക്ലാഡോടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ചില ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനകത്ത് ലീഫ് മോഡിഫൈ ചെയ്തിട്ട് പിക്ചർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട്. പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്സിൽ പിക്ചർ മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ലീഫ് മോഡിഫിക്കേഷൻ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. ആസ് ലീഫ് ടെൻഡ്രിൽ കാണുന്നത് പീ പ്ലാന്റിലാണ്. അതുപോലെ ഒപ്പൻഷ്യ കാക്ടസിലൊക്കെ ലീഫ് സ്പൈൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റോറേജ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒണിയനിലാണ്. ഫില്ലോഡ് കാണുന്നത് ഓസ്ട്രേലിയൻ അക്കേഷ്യയിലാണ്. ബ്ലാഡർ ഡെവലപ്പ് ചെയ്യുന്നത്, ബ്ലാഡർ പോലത്തെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് യൂട്രിക്കുലേറിയയിലാണ്. പിക്ചർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന നെപ്പന്തസ് അല്ലെങ്കിൽ വീനസ് ഫ്ലൈ ട്രാപ്പ്
സെറ്റപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ്. അതുപോലെ റീപ്രൊഡക്റ്റീവ് ആയിട്ട് ലീഫ് മോഡിഫൈ ചെയ്യാറുണ്ട്. അത് ബ്രയോഫില്ലത്തിലാണ്. കാരണം ലീഫിൻ്റെ നോച്ചസിൽ കൂടെ ഉള്ള റൂട്ട് അവരെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സക്യുലൻ ലീഫ് ഉണ്ടാവാറുണ്ട്. സക്യുലൻ ലീഫ് സാധാരണ ഉണ്ടാകുന്നത് മരുഭൂമിയിലൊക്കെ കാണുന്ന പ്ലാന്റ്സിലാണ്. അഗേവ് പോലത്തെ പ്ലാന്റ്സിലാണ് സക്യുലൻ്റ് ആയിട്ട് കാണാം. അതേപോലെ കളേർഡ് ആയിട്ട് കാണാറുണ്ട്. യൂഫോർബിയയുടെ കേസിൽ ലീഫ് വന്നിട്ട് കളർഫുൾ ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്റ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലീഫ് കളേർഡ് ആയിട്ട് ഇരിക്കുന്നത്. അതേപോലെ ഫ്ലോറൽ ഓർഗൻസ് ലൈക്ക് സെപ്പൽസ്, പെറ്റൽസ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഒക്കെ ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. ഒരു ഫ്ലവർ ലീഫിൻ്റെ മോഡിഫിക്കേഷൻ തന്നെയാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ആ ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓരോ ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. അതായത് സെപ്പൽസ്, പെറ്റൽസ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഇതൊക്കെ ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ലീഫ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഫ്ലോറസൻസ് ആണ്. ഈ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഷൂട്ടാണ് കേട്ടോ. ഷൂട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇൻഫ്ലോറസൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലോറിജിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രസൻസിലാണ്. അതായത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറൽ മെരിസ്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യും. അതേപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനോഡൽ ലെങ്ത് എലോങ്ങേഷൻ ഉണ്ടാവില്ല. അതുപോലെ ആക്സിസ് ഗെറ്റ് കണ്ടൻസ്ഡ്. അവരുടെ ആക്സിസ് വന്നിട്ട് കണ്ടൻസ് ആയിട്ടിരിക്കുക. എന്നാലാണ് നമുക്ക് ആ പൂക്കുല കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. അതല്ലാതെ ഇതിലേയും പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതത്ര ഭംഗിയായിട്ട് തോന്നില്ല. അപ്പോൾ സാധാരണ അതിൻ്റെ ഫ്ലോറൽ ആക്സിസ് കണ്ടൻസ് ചെയ്തിട്ടും അതുപോലെ ഇൻ്റർനോഡ് എലോങ്ങേറ്റ് ചെയ്യാതെയും കാണുന്നൊരു സ്ട്രക്ചറാണ്. ഫ്ലോറിജിൻ്റെ പ്രസൻസിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം വന്നിട്ട് ഫ്ലോറൽ മെരിസ്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഇൻഫ്ലോറസൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, പലതരത്തിലുള്ള ഫ്ലോറൽ അപ്പൻഡേജസ് നമുക്ക് കാണാൻ പറ്റും. ലീവ്സിന് പകരം നമുക്ക് നോഡൽ റീജിയനിൽ ഫ്ലോറൽ അപ്പൻഡേജസ് പലതരത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഷൂട്ട് എപ്പെക്സ് വന്നിട്ട് ഷൂട്ട് ടിപ്പ് വന്നിട്ട് ഒരു ഫ്ലവർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇത് ഓൾവേസ് ഇറ്റ് വിൽ ബി സോളിറ്ററി ഇൻ നേച്ചർ. അത് സോളിറ്ററി ആയിട്ടായിരിക്കും കാണുക. അതുപോലെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു ഫ്ലോറൽ ആക്സിസ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിന് ശരിക്കും നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. അതേപോലെ എങ്ങനെയാണോ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്, അതായത് ആ ഫ്ലോറൽ ആക്സിസിന്റെ ടിപ്പിൽ വന്നിട്ട് ഒരു ഫ്ലവർ എൻഡ് ചെയ്യുകയും അതിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്നും, അതേപോലെ തന്നെ അതിന്റെ ടിപ്പിൽ ഒരു ഫ്ലവർ എൻഡ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യും. അതേപോലെ പുതിയ പുതിയ ഫ്ലവേഴ്സും ആൻറ്റീരിയർ റീജിയനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അപ്പെക്സ് റീജിയനിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതിന് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്നാണ് പറയാം. അപ്പോൾ സൈമോസ് ഇൻഫ്ലോറസൻസിൽ പുതിയ പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബാക്കിലേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനെ ബേസിപീറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറയും. അതേപോലെ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഒരു പുതിയ ഫ്ലവർ ഉണ്ടാകുന്ന അതിൻ്റെ ടിപ്പിലേക്ക് മാറി ആയതുകൊണ്ട് അതിനെ സെൻട്രിപീറ്റൽ അറേഞ്ച്മെന്റ് ഓർ എക്രോപീറ്റൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്നും പറയും. ഓക്കെ, നൗ ഈ ഇൻഫ്ലോറസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ പല ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതുപോലെ സൈമോസ് ഇൻഫ്ലോറസൻസിന്റെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ എക്സാമ്പിൾ ഇട്ട് പറഞ്ഞുതരാം. സോ ഹിയർ വി ക്യാൻ സി ദ റെസിമോസ് ഇൻഫ്ലോറസൻസ് ഹൗ ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ്. റെസിമോസ് ഇൻഫ്ലോറസൻസിന് നമുക്ക് അതിൻ്റെ ഫ്ലോറൽ ആക്സിസിന്റെ നേച്ചർ വെച്ചിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫ്ലോറൽ ആക്സിസ് വിത്ത് ഡെവലപ്ഡ് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്, അതായത് നോഡും ഇന്റർനോഡും വെൽ ഡെവലപ്ഡ്, നമുക്ക് അതിൻ്റെ നോഡും ഇന്റർനോഡും കാണാൻ തക്ക രീതിയിലാണ് അതിൻ്റെ ഫ്ലോറൽ ആക്സിസിങ്, അതൊരു ഗ്രൂപ്പായിട്ടും. അതുപോലെ ഇന്റർനോഡ് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താ പറയുക ഒരു പൂക്കുല ഒരു ഫ്ലവർ ആയിട്ടേ തോന്നുള്ളൂ, അങ്ങനെ ഒരു ഗ്രൂപ്പിലും. അതുപോലെ ഫ്ലോറൽ ആക്സിസ് ഫ്ലാറ്റൻഡ് ഫ്ലോറൽ ആക്സിസ് ആയിട്ടുള്ളതിനെ നമുക്ക് അടുത്ത ഗ്രൂപ്പിലും ക്ലാസിഫൈ ചെയ്യാം. സോ ഹിയർ വി ക്യാൻ see, according to the floral axis nature, the racemose inflorescence has been classified into 3 different groups. That is, floral axis with a developed nodes and internode, floral axis it is highly reduced, floral axis is flattened in nature. ഇനി ഫ്ലോറൽ ആക്സിസ് ഡെവലപ്ഡ് ഇന്റർനോഡും നോഡും ഇന്റർനോഡും ഉള്ളതിനെ വീണ്ടും നമുക്ക് ഈ ഫ്ലോറൽ ആക്സിസിലെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളതും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളതെന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫ്ലോറൽ ആക്സിസ് വിച്ച് ഹാസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആസ് വെൽ ആസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഈ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളതിനെ വീണ്ടും നമുക്ക് ദ ഫ്ലവേഴ്സ് വിത്ത് പെഡിസൽ ആൻഡ് ദ ഫ്ലവേഴ്സ് വിത്തൗട്ട് പെഡിസൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പെഡിസൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ സ്റ്റോക്കിനെയാണ് പെഡിസൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദ ഫ്ലവേഴ്സ് വിത്ത് പെഡിസൽ ആൻഡ് ഫ്ലവേഴ്സ് വിത്തൗട്ട് പെഡിസൽ വി ക്യാൻ ക്ലാസിഫൈ ദ ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് inflorescence which has developed nodes and internode. Now we can see bisexual flowers producing pedicellate bisexual flower with pedicellate
നേച്ചറുള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫ്ലോറസൻസ് വീണ്ടും നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റെസീം എന്ന് പറഞ്ഞാൽ സിമ്പിൾ റെസീം. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ മേജർ ആക്സിസ്. അതേപോലെ തന്നെ നോഡ് വെൽ സെപ്പറേറ്റഡ് ആണ് ഇവിടെ. അതുപോലെ ഇന്റർനോഡൊക്കെ നമുക്ക് നന്നായി കാണാൻ കഴിയും. പെഡിസൽ ഉണ്ട്, പെഡിസൽ എന്ന് പറയുന്ന ഈ സ്റ്റോക്കാണ് അവിടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് സാധാരണ മസ്റ്റാർഡിലൊക്കെ കാണുന്ന നേച്ചറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് റെസീം. കോമ്പൗണ്ട് റെസീം എന്ന് പറയുന്നത് നമ്മൾ വാഗപ്പൂ ഒക്കെ ഉണ്ടല്ലോ, ഗുൾമോഹർ എന്ന് പറയുന്നത് വാഗച്ചെടിയിലൊക്കെ കാണുന്നതാണ്. ഇത് മേജർ ആക്സിസ് ആണ്. അതുപോലെ തന്നെ സീ ഹിയർ, ദിസ് ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ദാറ്റ് മേജർ ആക്സിസ്. അതേപോലെ അവിടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന വിത്ത് നോഡൽ റീജിയൻ, വിത്ത് ഇന്റർനോഡൽ ലെങ്ത്, വിത്ത് ദ പെഡിസൽ വി ക്യാൻ സീ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ്. ഇതേപോലത്തെ ബ്രാഞ്ചസ് പോലെ കോംപ്ലക്സ് ഫോമിൽ കാണുന്നതിനാണ് കോമ്പൗണ്ട് റെസീം എന്ന് പറയുന്നത്. അത് ഗുൾമോഹറിലാണ് കാണാം. ഇനി കോറിംബ് എന്ന് പറയുന്ന സ്ട്രക്ചർ സാധാരണ സീ ഹിയർ, this is the major axis of the inflorescence where we can see the flower with the pedicel. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലവർ വന്നിട്ട് ഏറ്റവും താഴെയായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് കണ്ട ഏറ്റവും താഴെ അറേഞ്ച് ചെയ്തേക്കുന്ന ഈ പെഡിസൽ, പെഡിസലിന് നീളം കൂടുതലായിരിക്കും, അതിൻ്റെ മേലെയുള്ള പെഡിസലിന് നീളം കുറവായിരിക്കും, അതിൻ്റെ മേലെ വീണ്ടും നീളം കുറവായിരിക്കും. ഇൻ സച്ച് എ മാനർ വി ക്യാൻ സി ഓൾ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം ലെവൽ. കോറിംബ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ കോളിഫ്ലവർ. കോളിഫ്ലവറിലൊക്കെ കോമ്പൗണ്ട് കോറിംബ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് കാണുക. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. The next one, the bisexual flower producing sessile flower producing inflorescence with well developed nodes and internode, that is spike and compound spike. സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കിരാന്തസിലൊക്കെ കാണുന്ന ഈ പൂച്ചവാലൻ ചെടി എന്ന് പറയില്ലേ, അങ്ങനത്തെ ചെടികളിൽ നമ്മൾ നോക്കിയാൽ ഇതാ ഇങ്ങനെ ഒരു വലിയ വാല്, അതിൻ്റെ മേജർ പെഡങ്കിളാണ്, അതായത് അതിൻ്റെ മേജർ ആക്സിസ് ആണ്. അതിൻ്റെ അകത്ത് സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഇന്റർനോഡൽ ലെങ്ത് നോക്കിയാൽ നല്ല ഇന്റർനോഡൽ ലെങ്ത് ഉണ്ട് അല്ലേ. അവിടെ ഫ്ലവേഴ്സിന് പെഡിസൽ ഉണ്ടാവില്ല. സെസൈൽ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ വി ക്യാൻ സി, ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ കേസ് ഓഫ് അക്കിരാന്തസ് and all we can say the flowers are arranged in a thick way. അത് ഓരോ ഫ്ലവർ അടർത്തി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഇന്റർനോഡൽ ലെങ്ത് ഉണ്ട്. പക്ഷെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അവിടെ ഇന്റർനോഡൽ ലെങ്ത് ഇല്ല, വളരെ ജോയിൻ ചെയ്താണ് അത് കാണുന്നത് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ. അതാണ് സ്പൈക്കിന് എക്സാമ്പിൾ അക്കിരാന്തസ്. പിന്നെ കോമ്പൗണ്ട് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെയൊക്കെ ഫ്ലവർ അല്ലെങ്കിൽ ഗ്രാമിനയുടെയൊക്കെ ഫ്ലവർ, അതായത് പുല്ലുകളുടെയൊക്കെ ഫ്ലവേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മേജർ പടങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവും, അതിനകത്ത് ഇതേപോലെ സ്പൈക്ക് പോലത്തെ അല്ലെങ്കിൽ സെസൈൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കുറേ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് കാണാം. അത് കോമ്പൗണ്ട് സ്പൈക്കിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് ഇൻഫ്ലോറസൻസ് വിത്ത് വെൽ ഡെവലപ്ഡ് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്. അത് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സ്പാഡിക്സ്. സ്പാഡിക്സ് എന്ന് പറയുന്ന സാധനം, സ്പാഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂക്കുലയിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ്, ഒരു പൂക്കുലയിൽ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമാണ് ഉണ്ടാവുക എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഫ്ലവറിനകത്ത് എന്തായാലും ഒരു സെക്സ് ഓർഗനേ ഉണ്ടാവുള്ളൂ. ഒന്നുപോലെ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്പാഡിക്സിനൊരു എക്സാമ്പിളാണ് കോക്കനട്ട്, അതുപോലെ ആന്തൂറിയൊക്കെ കേട്ടോ. അത് സ്പാഡിക്സ്, കോമ്പൗണ്ട് സ്പാഡിക്സ് ആയിട്ടൊക്കെയാണ് സാധാരണ അത് കാണുക. കോമ്പൗണ്ട് സ്പാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം തെങ്ങിൻ്റെ പൂക്കുല ഇങ്ങനെ ഇരിക്കുന്നത്, അതിന് ഏറ്റവും പുറത്ത് ഇങ്ങനെ ഒരു ഔട്ടർ കവറിങ് ഉണ്ട്, അല്ലെ നമ്മൾ അതിന് എന്താ പറയുക, ചൊട്ട എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. ഈ സാധനത്തിന് നമ്മൾ പറയുന്ന പേരെന്താണെന്ന് പറയുക, സ്പെയ്ത്ത് എന്നാണ് ഇതിന് പറയാം. ഇതിന് പറയുന്ന പേരാണ് സ്പെയ്ത്ത്. ഓക്കെ. അതേപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ പൂക്കുല ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് കേട്ടോ. ഈ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പൂക്കുല ഇരിക്കുന്നത്. പൂക്കുല ഇരിക്കുമ്പോൾ അതാ ഇത് നോക്കിക്കുക, ഇതൊരു മേജർ ആക്സിസ് ആയിരിക്കും. അതിനകത്ത് ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലേ. ഈ ബ്രാഞ്ചസിൽ കൂടെ എന്തായിരിക്കുന്നത്, മെയിൽ ഫ്ലവേഴ്സ് ഇതിൻ്റെ ടിപ്പിലായിരിക്കും ഇരിക്കുക. മെയിൽ ഫ്ലവേഴ്സ് എവിടെ ആയിരിക്കും ഇരിക്കുക, ഇതിൻ്റെ ടിപ്പിലായിരിക്കും ഇരിക്കുക. ഇതിൻ്റെ ബോട്ടം റീജിയനിൽ വന്നിട്ടായിരിക്കും എന്തുണ്ടാവുക, ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഫീമെയിൽ ഫ്ലവേഴ്സ് ഇതിൻ്റെ ബോട്ടം റീജിയനിലായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് എന്തുണ്ടാവില്ല, പെഡിസൽ ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് എന്തുണ്ടാവില്ല, നമ്മൾ ആ തെങ്ങിൻ്റെ പൂ അടർന്ന് വീണ് കിടക്കണ കാണുമ്പോൾ തന്നെ അറിയാം അതിന് സ്റ്റോക്കൊന്നും ഇല്ല അല്ലേ. അതേപോലെ ഈ ഫീമെയിൽ ഫ്ലവേഴ്സ് ഈ റീജിയനിലേക്കും മെയിൽ ഫ്ലവേഴ്സ് ടിപ്പിലേക്കും അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് എന്തിൽ കാണാൻ കഴിയുക, കോക്കനട്ടിൽ കാണാൻ കഴിയുക. ഇതൊരു തരം കോമ്പൗണ്ട് സ്പാഡിക്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സ്പാഡിക്സ് എന്ന് പറയുന്ന unisexual flowers without pedicel, the flowers are arranged. That is also where unisexual flowers, where we can see in that inflorescence both male and female flowers we can see. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ടേ കാണുള്ളൂ. അത് ഒരു എക്സാമ്പിളാണ് കോക്കനട്ട്. പിന്നെ ഈ ആന്തൂറിയത്തിൻ്റെ കേസിൽ ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ ഇങ്ങനെ ഇരിക്കുക, നമുക്കറിയാം ഒരു ഇല പോലെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്.
അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ ഒരു തിരി പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. ഈ തിരിയുടെ മേലെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ കുറേ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയിൽ ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ ഇരിക്കുക. ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ നമ്മൾ അത് വിരിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ് അതിന് അല്ലേ. അതിൻ്റെ ആ സ്മെല്ല് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ആ തിരി പോലത്തെ സ്ട്രക്ചറിൻ്റെ ഉള്ളിലിരിക്കുന്ന പൂവിൻ്റെ ഉള്ളിൽ നിന്നുള്ള മണമാണ് കേട്ടോ. ആ പൂവ് എങ്ങനെയായിരിക്കും കാണുകയെന്ന് വെച്ചാൽ അതിൻ്റെ ടിപ്പിലിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതിന് ഗോൾഡ് ഫ്ലവേഴ്സ് എന്ന് പറയാം, അതല്ലെങ്കിൽ ന്യൂട്ടർ ഫ്ലവേഴ്സ് എന്ന് പറയും. ന്യൂട്ടർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ഫ്ലവറാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടാവില്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടാവില്ല. അതുപോലെ അതിൻ്റെ ബോട്ടം റീജിയനിൽ അതിൻ്റെ ആ സ്പെയ്ത്തിനോട് ചേർന്ന് സ്പെയ്ത്ത് അറ്റാച്ച് ചെയ്യുന്ന ആ റീജിയൻ ഉണ്ടല്ലോ, അങ്ങോട്ട് ചേർന്നിട്ടായിരിക്കും അതിൻ്റെ ഫീമെയിൽ ഫ്ലവേഴ്സ് കാണാം. അതും വേറൊരു എക്സാമ്പിളാണ് കോമ്പൗണ്ട് സ്പാഡിക്സിനെ കേട്ടോ. അതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് ഇൻഫ്ലോറസെൻസ് ആണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. മൾബറിയുടെ കേസിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ മെയിൽ സ്പൈക്കും ഫീമെയിൽ സ്പൈക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണുക. അതൊരു സ്പൈക്ക് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് തന്നെയാണ്. പക്ഷേ ഒന്നുപോലെ മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മൾബറിയുടെ ഒരു ഫ്രൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾബറി ഫ്രൂട്ട് നോക്കി കഴിയുമ്പോൾ ഒരു കൊലയായിട്ട് ഒരു ബഞ്ചായിട്ടല്ലേ മൾബറി ഫ്രൂട്ട് കാണുക. ആ മൾബറി ഫ്രൂട്ടിന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയും ഗ്യാപ്പ് ഒന്നും കാണാറില്ല, തിങ്ങി നിറഞ്ഞാൽ അതുണ്ടാവുക. കാരണം എന്താ, ആ ഒരൊറ്റ പൂക്കുലയിലുള്ളത് എല്ലാം ഫീമെയിൽ ഫ്ലവേഴ്സാണ്. ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമാണ് എന്തായിട്ട് മാറുള്ളൂ, ഫ്രൂട്ടായിട്ട് മാറുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് inflorescence with developed nodes and internode. അവിടെ ഡെവലപ്ഡ് നോട്ട്സ് ആൻഡ് ഇന്റർനോഡ് ഉണ്ടാവും. അവിടെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ നോഡെല്ലാം ഫ്രൂട്ട് ഇന്റർനോഡ് എല്ലാം ഫ്രൂട്ട് വന്ന് ഫില്ലായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് നോക്കാം. ഇന്റർനോഡ് വിച്ച് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ഇന്റർനോഡ് ഉള്ളത്. അതിനൊരു എക്സാമ്പിളാണ് അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടത് ഇതേപോലെ ഒരു ആക്സിസ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഇൻഫ്ലോറസെൻസിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലോറസെൻസിൻ്റെ ആക്സിസിൽ ഓരോ ഫ്ലവേഴ്സും ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള, നമുക്ക് കാണാൻ കഴിയില്ല, അതിൻ്റെ ഇന്റർനോഡൽ ലെങ്ത് നമുക്ക് കാണാൻ കഴിയില്ല, അത്രയും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക ഈ ഒരു റീജിയനിൽ. അത് കാണുന്നത് സാധാരണ കൊറിയാണ്ടറും ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസിലാണ്. കൊറിയാണ്ടറിൻ്റെ ഒക്കെ ഇൻഫ്ലോറസെൻസ് ആണ്. അതുപോലെ തൊട്ടാവാടിയുടെ പൂ, അതൊക്കെ ഹൈലി റെഡ്യൂസ്ഡ് ഇന്റർനോഡ് ഉള്ള ഇൻഫ്ലോറസെൻസ് ആണ്. ഇനി ഫ്ലോറൽ ആക്സിസ് വിത്ത് ഫ്ലാറ്റൻഡ് ആക്സിസ് ഉള്ളത് നമ്മൾ നോക്കിയാൽ സൺഫ്ലവർ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് നോക്കുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ സൺഫ്ലവർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് തോന്നുക അല്ലേ. പക്ഷെ അതൊരു സിംഗിൾ ഫ്ലവർ അല്ല, അതൊരു ഇൻഫ്ലോറസെൻസ് ആണ്. അതിൻ്റെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഫ്ലാറ്റൻഡ് ആക്സിസിലാണ്. അത് ഒരു ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ, ഫ്ലോറൽ ആക്സിസ് ഫ്ലാറ്റൻഡ് ആയതുകൊണ്ടാണ് നമുക്കത് ഒരു ഇൻഫ്ലോറസെൻസ് ആണെന്ന് തോന്നാത്തത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബന്ദിപ്പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെണ്ടുമല്ലി എന്ന് പറയുന്ന പൂവ്, അതൊക്കെ ഈ തരത്തിലുള്ള ഇൻഫ്ലോറസെൻസ് ആണ് കേട്ടോ. ഫ്ലോറൽ ആക്സിസ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസെൻസ് ആണ്. അതിനകത്ത് നമുക്ക് ഡിസ്ക് ഫ്ലോററ്റ്സും റേ ഫ്ലോററ്റ്സും കാണാൻ കഴിയും. ഈ സൺഫ്ലവറിൻ്റെ ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുറത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല പെറ്റൽസ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ റേ ഫ്ലോററ്റ്സ് എന്നാണ് പറയുക. അതിന് പറയുന്ന റേ ഫ്ലോററ്റ്സ് എന്നാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ട്യൂബ് പോലത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. ആ ഫ്ലവേഴ്സിനെ നമ്മൾ പറയുന്നത് ഡിസ്ക് ഫ്ലോററ്റ്സ് എന്നാണ്. ആ ഡിസ്ക് ഫ്ലോററ്റ്സിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇരിക്കുന്നത്. അതാണ് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലല്ലേ ഫുൾ സീഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസെൻസ്. അപ്പോൾ റെസിമോസ് ഇൻഫ്ലോറസെൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സൈമോസ് ഇൻഫ്ലോറസെൻസിൽ ഇതിൽ എക്രോപീറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈമോസ് ഇൻഫ്ലോറസെൻസിൽ ബേസിപീറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഏറ്റവും പഴയ പൂവ് അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന പൂവ് ഏറ്റവും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ടിപ്പിലായിരിക്കും നിൽക്കുക. പുതിയ പൂ ഉണ്ടാകുന്ന ബേസിലേക്ക് മാറിയായിരിക്കും പുതിയ പൂ ഉണ്ടാവുക. സൈമോസ് ഇൻഫ്ലോറസെൻസ് 3 തരത്തിലാണ് മേജർലി ഉള്ളത്. ഒന്ന് മോണോക്കേസിയൽ സൈം, ഒന്ന് ഡൈക്കേസിയൽ സൈം, ഒന്ന് പോളിക്കേസിയൽ സൈം. അതിന് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മോണോക്കേസിയൽ സൈം സാധാരണ കാണുന്നത് സൊളാനം നിഗ്രം, നമ്മുടെ ഈ മണിത്തക്കാളി എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പൂക്കൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേജർ ആക്സിസിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഏറ്റവും മൂത്ത പൂവ് ഇവിടെ ആയിരിക്കും ഇരിക്കുക, ഏറ്റവും ഇളയ പൂതായി ഇവിടെ ആയിരിക്കും ഇരിക്കുക. ഡൈക്കേസിയൽ സൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് ജാസ്മിൻ്റെ കേസിൽ അതുണ്ട്. ഏറ്റവും മൂത്ത പൂതായി ഈ ഇരിക്കുന്ന, പിന്നെ ഉണ്ടാകുന്ന 2 പൂക്കൾ ഇത് രണ്ടുമാണ്, പിന്നെ ഉണ്ടാകുന്ന 2 പൂക്കൾ ഇത് രണ്ടുമാണ്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് ഡൈക്കേസിയൽ സൈം എന്ന് പറയും.
ഇത് കാണുന്ന ജാസ്മിനകത്ത് കേട്ടോ. പോളിക്കേസിയൽ സൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സിംഗിൾ ഫ്ലവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് കുറച്ച് ക്ലസ്റ്റർ ആയിട്ട് പൂ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഏറ്റവും കൊഴിഞ്ഞു പോവാറായത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന പൂക്കൾ എപ്പോഴും അതിൻ്റെ അപ്പെക്സിലേക്കായിരിക്കും നിൽക്കുക. അത് സാധാരണ കാലോട്രോപ്പിസിലാണ് കാണുക. എരിക്കിൻ്റെ പൂ നമ്മൾ കാലോട്രോപ്പിസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്ലോറസൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം, എന്നാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അതുപോലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് വേറെ ഉണ്ട്. ഇത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സയാത്തിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് യൂഫോർബിയേഷ്യയിൽ കാണുന്ന ഒരു ഇൻഫ്ലോറസൻസ് ആണ്. യൂഫോർബിയേഷ്യയുടെ കേസിൽ അതിൻ്റെ അകത്ത് ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ഫീമെയിൽ ഫ്ലവർ സെൻറ്ററിലും കുറേ മെയിൽ ഫ്ലവേഴ്സ് അതിനെ സറൗണ്ട് ചെയ്തിട്ടുമാണ് കാണുക. അതിനെയാണ് നമ്മൾ സയാത്തിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദ സയാത്തിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്? അതിൻ്റെ ആൻസർ ഇതായിരുന്നു, (1). ഓക്കെ, നമുക്ക് മെയിൽ ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. പക്ഷെ ഫീമെയിൽ ഫ്ലവേഴ്സ് എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തതാണ് ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഈ സയാത്തിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് കാണുന്ന യൂഫോർബിയേഷ്യയിലാണ് കേട്ടോ. ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗിൽ അല്ലെങ്കിൽ ആലിൻ്റെയൊക്കെ പൂ കണ്ടിട്ടുണ്ടോ? അതൊരു കുടം പോലെ ഇരിക്കുന്നത് അല്ലേ? ഇതേപോലെ ഒരു കുടം പോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ ഈ ഭാഗത്തൊരു മെംബ്രേനിയസ് സ്ട്രക്ചർ ഉണ്ട്. ഈ മെംബ്രേനിയസ് സ്ട്രക്ചർ വഴി ചില ഇൻസെക്റ്റിന് മാത്രം ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന അതിൻ്റെ ബേസ് റീജിയനിൽ കുറേ ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ടാവും. ഇത് അതിൻ്റെ ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറേ ഫ്ലവേഴ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് അതിൻ്റെ ഗോൾഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ന്യൂട്ടർ ഫ്ലവേഴ്സ് ആണ്, അതായത് സ്റ്റെറൈൽ ഫ്ലവേഴ്സ്. പിന്നെ അതിൻ്റെ നെക്ക് റീജിയനിൽ കുറേ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് അതിൻ്റെ മെയിൽ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്ലോറസൻസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ സാധാരണ ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള മോത്തിൻ്റെ സഹായത്തോടെയൊക്കെയാണ് അവിടെ പോളൻ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഫിഗ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ്.